സ്കാൻ പഠിച്ച കോളേജിൽ സ്കാൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ സർ കൂടെ പഠിച്ച വിദ്യാർത്ഥികളൊക്കെ ഇവിടെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഇവിടെ ഒരു സ്വീകരണമൊക്കെ സ്കാൻ കൊടുത്തുകൊണ്ടിരിക്കാം. കോഴ്സ് വരെയൊക്കെ ഉണ്ട്. ആഷ്മി, നമ്മുടെ വിജയകുമാറിനെ കൂടെ ഈ കോളേജ് ഒന്ന് കാണിക്കണം. ഞാനിവിടെ നിൽക്കുന്നില്ല, നേരെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കുറച്ച് നേരമായിട്ട് വിജയനെ കാണാൻ കണ്ണു ഖുറേഷി. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ പുല്ലൂർ ഭാഗത്തൊക്കെ പൊതുവെ എങ്ങനെയാണ്? അതെ അതെ, ഇന്ന് കുറച്ച് ചൂട് കൂടുതലുണ്ട്. ഉണ്ട്, നല്ല ചൂട്. ഇപ്പൊ ഇവിടെ കേരളത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലമാണ്. പക്ഷെ അതെ അതെ, ഉച്ച കഴിഞ്ഞ് മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയ്ക്ക് സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഈ SNRSന്റെ കീഴിൽ ഇത്രയധികം കോളേജുകളും സ്കൂളുകളും ഒക്കെ ഉണ്ട്. അങ്ങ് ഖജാൻജിയാണ് അല്ലേ, പണം മൊത്തം സൂക്ഷിക്കുന്ന ആളാണ്. അപ്പൊ ശരിക്കും നമ്മുടെ കുട്ടികളെയാണ് ഇപ്പൊ ഏറ്റവും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. വലിയൊരു മാഫിയ വലയമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, നമ്മൾ വാർത്താമുറികളിൽ ഇരിക്കുമ്പോൾ കാണുന്നേക്കാളും ഭീകരമാണ് പുറത്തുള്ളത്. അപ്പൊ ഈ എനിക്കറിയാം വെള്ളാപ്പള്ളിക്കൊക്കെ തന്നെ ഇതിനകത്തൊരു വിഷൻ ഉണ്ടല്ലോ. അപ്പൊ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് കോളേജുകളിൽ? നമ്മൾ ടീച്ചേഴ്സിനെ എല്ലാം അതിന് തയ്യാറാക്കി നിർത്തുകയാണ്. അവർക്കിപ്പം ഗ്രൂപ്പായിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണം, അവരിലുള്ള ഈ അഡിക്ഷൻ ആയിട്ടുള്ളവർക്ക് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. കൗൺസിലിംഗ് കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരിക, ഒപ്പം ഇനി വരാതിരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സുരേഖ ടീച്ചറെ കോളേജിന്റെ പ്രിൻസിപ്പലാണല്ലോ അല്ലേ? സുരേഖ ടീച്ചറെ ടീച്ചർ സ്ഥലം വിട്ടോ? ടീച്ചറെ, അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ കുറിച്ച് വലിയ പരാതികളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, തീർച്ചയായിട്ടും വലിയ പരാതികളൊന്നുമില്ല. ഇല്ല. അപ്പോ ഞാൻ പറഞ്ഞത് നമ്മുടെ എന്തെങ്കിലും കോളേജ് വരാതെ കണ്ടാൽ പോലീസിനെ അപ്പൊ അറിയിക്കണം. നമ്മുടെ ദൗത്യം അതാണ്. കൂടുതലായിട്ട് അധ്യാപകർ തന്നെ ഇവിടെ വലിയൊരു വലയമാണ്. അവർ സ്ട്രോങ് ആണല്ലേ? വളരെ സ്ട്രോങ് ആണ്. എല്ലാ ക്ലാസ്സിലില്ലാത്ത സമയത്തൊക്കെ അധ്യാപകർ ഇവിടെ ഇങ്ങനെ ഗ്രൗണ്ടിലുണ്ട്. ലേശം ഒന്ന് വടി കൊടുത്താൽ കുഴപ്പമില്ലെന്നൊക്കെ ഇപ്പം കോടതി പറഞ്ഞിട്ടുണ്ട്. കാര്യം പൊറുതിമുട്ടി. അപ്പൊ ആ കുട്ടികൾ കുറച്ച് ശാസനയൊക്കെ ആവാം. നന്നായിട്ട് കൺട്രോൾ ആവുന്നുണ്ട്. കുട്ടികൾ വലിയ പ്രശ്നമില്ല, സമാധാനമായിട്ടാണ് കോളേജിൽ പോകുന്നത്. ആഷ്മി അറിയും, എന്റെ ക്ലാസ്മേറ്റ് ആണ്. അന്തർജാലത്തിന്റെ ഗോത്രത്തിലെയാണ്. മാത്രമല്ല ഇത് പഴയ ഒരു MLA ദാമോദരപ്പെട്ട അന്യൊരു കൃഷ്ണൻപോറ്റി ഉണ്ടായിരുന്നു, ഒരു MLA. അദ്ദേഹത്തിന്റെ മകനും കൂടിയാണ്. ഒരു പാട്ട് ശരി, പാട്ട് മറന്നു പോയിട്ടില്ല. നിന്റെ പാട്ട് ആളുകൾക്ക് പ്രശ്നമായി കേട്ടോ. അപ്പൊ അതായത് കോട്ടവട്ടത്തെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററും ആയിരുന്നു. അപ്പൊ ഇതിനെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു അധ്യാപകനാണ്. ഇത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരു ശിക്ഷണം ഇതിന്റെ ഒരു ബോധവൽക്കരണം യഥാർത്ഥത്തിൽ ശ്രീകണ്ഠൻ നായർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരു സ്യൂട്ടബിൾ ടൈമിൽ തന്നെയാണ്. കാരണം കേരളത്തിൽ മാത്രമല്ല വിദേശത്തും ഒക്കെ തന്നെ ഇത്തരം നമ്മളൊരു 30 ദിവസം നീളുന്ന യാത്രയാണ്. ഈ യാത്ര കാസർഗോഡ് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ലഹരി വിൽക്കുന്ന മാഫിയൊക്കെ കേരളം വിടണം. നമുക്ക് അതേ ഉള്ള ആഗ്രഹം. അവര് വേറെ ഇടങ്ങളിൽ പോയി വിറ്റാൽ നമുക്ക് വിഷയമല്ല, നമ്മുടെ നാട്ടിൽ വിൽക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വേറെ ക്ലാസ്മേറ്റ് ആയത് ഓക്കെ അല്ലേ സന്തോഷേ? എന്താ ഇതിനെ കുറിച്ച് പറയുന്നത്? നമുക്ക് അത് ആപ്റ്റ് ടൈമിൽ തുടങ്ങി ആപ്റ്റ് ടൈമിൽ കടത്തിവിടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കോളേജിന്റെ ചെയർമാൻ ശ്രീനാരായണ കോളേജ് പുല്ലൂരിന്റെ ചെയർമാനാണ്. അങ്ങ് കാര്യം നമ്മൾ കുട്ടികളെ വലിയൊരു അപകടത്തിലേക്ക് പോകാതെ സംരക്ഷിച്ച് നിർത്തേണ്ട ഒരു വലയം തീർക്കേണ്ട സമയത്താണ് നമ്മൾ. നല്ല ചൂടാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ? നമ്മളൊക്കെ ഈ ഇത്രയും വെയിലുള്ള ഇറങ്ങും. കാര്യം നമുക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. വലിയ അപകടം മനസ്സിലായി. വേറെ ഒന്നും നമുക്ക് ലക്ഷ്യമല്ല അത് നമുക്ക്. കാരണം പോലീസിങ് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. മുഖ്യമന്ത്രി വളരെ സ്ട്രോങ് ആയിട്ട് രാഷ്ട്രീയമൊന്നും ഇനി നോക്കണ്ടെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ ഫലം ഉണ്ടാകും. നമ്മുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പോലീസുകാരൊക്കെ അറിയുക, ഒരു രാഷ്ട്രീയം നോക്കണ്ട, പിടിച്ചകത്തിടുക. അങ്ങ് എന്താണ് ചെയ്യാൻ പോകുന്നത്? അങ്ങയുടെ ഫുൾ ടൈം എന്താന്ന് പറഞ്ഞാൽ? എൻ്റെ പേര് സുന്ദരേശൻ. വീട് എവിടെയായിട്ട് വരും? പുല്ലൂർകാരനാണ്. പുനലൂർ, വെള്ള ഊറിയ സ്ഥലം. ഈ രീതിയിലുള്ള ബോധവൽക്കരണ ക്ലാസ്സും അതുപോലെ തന്നെ ശ്രീകണ്ഠൻ നായർ സാറിനെ പോലെയുള്ള ആളുകൾ ഇത് വേണമെങ്കിൽ ഒരു 4 ഭിത്തിക്കകത്ത് ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അദ്ദേഹം അതിപ്പം തീർച്ചയായിട്ടും ഈ സിറ്റികളെ അപേക്ഷിച്ച് ഇപ്പം ഈ ഗ്രാമപ്രദേശ സ്കൂളുകളിലും കോളേജിലും വളരെ കുറവാണ്. അത് അങ്ങനെ ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അതിന് വേണ്ട ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അതിന്റെ പ്രിൻസിപ്പളും അതുകൊണ്ട് SNRS മുൻകൈ എടുത്ത് പ്രവർത്തിക്കും. സന്തോഷം. നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ എവിടെയുള്ളൂ, നമ്മുടെ വിദ്യാർത്ഥികളെയൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലേ? നമ്മുടെ അശോകൻ ഒരു വ്യവസായിയാണ് ഇവിടുത്തെ. വ്യവസായിയാണ് വളരെ. അശോകന്റെ കയ്യിലുള്ള പരിപാടികളാണ് പുല്ലൂരുള്ളത്. ഓക്കെ. അപ്പൊ മക്കളെ, നിങ്ങൾക്കൊക്കെ സംഭവം മനസ്സിലായില്ലല്ലേ? ആഷ്മി, അപ്പൊ മോളുടെ പേരെന്താ? ആഷ്മി ഒന്ന് ചോദിച്ചോളെ. ശക്തമായ പോരാട്ടം നമ്മൾ ഇറങ്ങിയേക്കാം. എല്ലാ സപ്പോർട്ടും ഉണ്ടോ?
അപ്പം നമുക്കറിയാവുന്നവർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ വീട്ടുകാരെ ഒക്കെ നോക്കണം, സൂക്ഷിക്കണം. അവിടെ എല്ലാവരും ശ്രദ്ധ വേണം. ശ്രദ്ധ ഉണ്ടാവോ? ഇയാൾക്ക് ശ്രദ്ധ കുറവുണ്ടോ? ഓക്കെ. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്താ ഈ കാര്യത്തിൽ നിങ്ങളുടെ കോളേജിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞേ. അതായത് നിങ്ങളുടെ കോളേജുകളിൽ നിങ്ങളുടെ മാഫിയ സംഘങ്ങൾ വരാതിരിക്കാനും ഇങ്ങനെ ലഹരി പദാർത്ഥ രാസലഹരിയൊന്നും നിങ്ങളുടെ കോളേജിൽ പടരാതിരിക്കാനും നമ്മൾ എന്താ ചെയ്തു തരേണ്ടത്? എന്തെങ്കിലും ചെയ്തു തരണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ സൂക്ഷിച്ചോളൂ, കോളേജിനെ സൂക്ഷിച്ചോളൂ. അപ്പൊ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ല, പരിചയമില്ലാത്ത ആര് മിഠായി വെച്ച് നീട്ടുക, പരിചയമില്ലാത്തൊരു രോഗി നടിച്ച് ഡീറ്റെയിൽസ് ചോദിക്കുക, ഇതൊന്നും നിങ്ങൾ ഇനി കൊടുക്കണ്ട. ഇനി എപ്പോഴും മൊബൈൽ കുത്തി ശീലിക്കുകയും വേണ്ട കേട്ടോ. ഓക്കെ, മൊബൈലൊക്കെ ഉണ്ടോ കയ്യില്? കുഴപ്പമില്ല, മൊബൈലൊക്കെ വെച്ചോളൂ, പക്ഷെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചു. എന്താ പേര്? അപ്പൊ നിങ്ങളൊക്കെ അറിഞ്ഞോ നമ്മുടെ ഈ യാത്രയെ കുറിച്ചൊക്കെ അറിഞ്ഞോ? എന്താ അറിഞ്ഞത് മോള്? അറിഞ്ഞ കാര്യം പുറത്തു പറയാൻ കൊള്ളാത്താണ്. എങ്ങനെയാണ്? ഇവിടെ ഉണ്ടല്ലോ ഇവരല്ലേ? നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞങ്ങൾ 3rd ഇയർ ബേസിക് ഫിസിക്സ്. അപ്പൊ നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? മെഡിക്കൽ സംസാരിക്കുന്ന ആരാ? സംസാരിക്കുന്ന സൈക്കോളജിസ്റ്റാ. അപ്പൊ ഞാൻ പറയുന്നറിയാം, ഈ ലഹരി പദാർത്ഥങ്ങളിൽ പെട്ടുപോയ ആളുകൾ അവരിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരിത് ഈ അഡിക്ഷനിൽ അവർക്ക് പുറത്തു വരണമെന്നുണ്ട്. എന്ത് വേണം ടീച്ചറെ പറഞ്ഞു? ഞാൻ സാറിന്റെ അടുത്ത് കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഇവിടെ വന്നപ്പോൾ സംസാരിച്ചായിരുന്നു ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്. എനിക്ക് എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ മെന്റൽ ഹെൽത്ത് സെഷൻസ് ഒക്കെ എടുക്കാനായിട്ട് ചില സ്കൂളുകളിൽ പോകുമ്പോൾ ലഹരിക്കുള്ള ക്ലാസ് അല്ല, പക്ഷെ മെന്റൽ ഹെൽത്തിന്റെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഈ ഡി അഡിക്ഷൻ സെന്ററുകളിൽ കാണുന്ന ചില കാഴ്ചകൾ ഈ കുട്ടികളോട് പറയുമ്പം ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് പറയാറുണ്ട്. 5ലും 6ലും 7ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അവരിങ്ങനെ ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ച്, പ്രത്യേകിച്ചും റിമോട്ട് ഏരിയ ആയിട്ടുള്ള സ്കൂളുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പം അവരെ നമ്മൾ വീണ്ടും കൺവിൻസ് ചെയ്യുന്നു, പിന്നെയും പോയി കണ്ടിട്ട് അവർക്ക് ഡി അഡിക്ഷൻ സെന്ററിലൊന്നും കൊണ്ടുവരില്ല, കൗൺസിലിംഗ് കൊടുത്ത് തന്നെ മാറ്റാണ് ചെയ്യാറുള്ളത്. ഓക്കെ. അപ്പൊ എന്തായാലും അല്ലേ ആഷ്മി, അത് നല്ല കാര്യമാണ്. അപ്പൊ നമുക്കിനി കുറച്ച് കുട്ടികളെ കൂടെ കാണണ്ടേ ആഷ്മി? അല്ലെ, കുട്ടികളല്ലേ നമ്മുടെ ശക്തി. അപ്പൊ FSAയുടെ അതായിട്ട് പറയാൻ, FSAയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഈ കോളേജിന് വേണ്ടി പ്രവർത്തിക്കുന്നു. നിലവിൽ ഇപ്പം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് അതുതന്നെയാണ്. നമ്മുടെ അതിനുവേണ്ടി ക്ലാസ് എടുക്കുന്നതിന് FSAയുടെ വൈസ് പ്രസിഡന്റ് സൗമ്യയാണ് അതിന്റെ ചാർജ്. എന്തായാലും ടീച്ചർ നല്ലതായിട്ട് പ്രവർത്തിക്കുന്നു അറിയുന്നു. മക്കളെ, നിങ്ങളൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്നത്? BSc കെമിസ്ട്രി. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ നിങ്ങൾ? അപ്പൊ കെമിസ്ട്രിയാണ് രാസലഹരി സാധനം കേട്ടോ. അപ്പൊ മോൾക്ക് കണ്ടാ മനസ്സിലാവോ? ഇത് MDMA കണ്ടാ മനസ്സിലാവോ? കണ്ടിട്ടില്ലല്ലോ. അറിയോ? ഞങ്ങൾക്കും അറിയത്തില്ല. അറിയാം, പറയണ്ട. പറയത്തില്ല, നമ്മള് പറയത്തില്ല. ഞാൻ ബയോകെമിസ്ട്രി ഒരു അല്ലേ ദീപ്തി ഇംഗ്ലീഷ് വിഭാഗമാണ് അധ്യാപികയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഓക്കെ. പ്രിയമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥികളെ, മാധ്യമപ്രവർത്തകരെ, അതുപോലെ FSAയിലെ മെമ്പേഴ്സ്, നമ്മുടെ മാധ്യമ രാജാവ്, മാധ്യമ കുലപതി ശ്രീ SKN ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. അദ്ദേഹം 40 വർഷ കാലം മാധ്യമരംഗത്ത് പിന്നിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിമഹത്തരമാണ്. അദ്ദേഹത്തെ ആദരിക്കുന്ന ഈ സമ്മേളനത്തിലോട്ടും, അതുപോലെ അക്രമം അരുത് ലഹരി എന്ന 24 ന്യൂസിൻ്റെ വലിയ ഈ ക്യാമ്പയിനിലോട്ടും അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. നമുക്കിവിടെ SN ട്രസ്റ്റിൻ്റെ ട്രഷറർ ജയദേവൻ ഡോക്ടർ എത്തിയിട്ടുണ്ട്, പ്രിൻസിപ്പളുണ്ട്, അതുപോലെ കാശിം സാറുണ്ട്, TK സുന്ദരേഷ് സാറ് RDCയുടെ ചെയർമാനുണ്ട്, വിജയകുമാർ സാറുണ്ട്. എല്ലാവരെയും ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. 24 ന്യൂസ്, അതുപോലെ ഫ്ലവേഴ്സ് ചാനൽ എന്നിവയുടെ മാനേജിംഗ് ഡയറക്ടറും മാധ്യമ കുലപതിയുമായിട്ടുള്ള ശ്രീ ശ്രീകണ്ഠൻ സാറ് നമ്മളെ ഏവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ബഹുമാനിപ്പെടേണ്ട വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ ആധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ RDCയുടെ
ചെയർമാൻ ടി.കെ. സുന്ദരേഷ് സാറാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പദവിയിലോട്ട് ക്ഷണിക്കുന്നു. ആദ്യമായി പ്രയർ. അതിനുവേണ്ടി ഐശ്വര്യ തുളസി, ഐശ്വര്യ AS, രേവതി എന്നിവരെ ക്ഷണിക്കുന്നു. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് പുരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുലേഖ VT അവരെ ക്ഷണിക്കുക. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള RDC ചെയർമാൻ ശ്രീ ടി.കെ. സുന്ദരേശൻ സാർ അവറുകൾ, ഇന്ന് ഉദ്ഘാടകനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീനാരായണ ട്രസ്റ്റ് ട്രഷറർ ഡോക്ടർ G. ജയദേവൻ സാർ അവറുകൾ, ഇന്നത്തെ മുഖ്യ അതിഥി 24 ചാനലിൻ്റെയും ഫ്ലവേഴ്സ് ചാനലിൻ്റെയും ചീഫ് എഡിറ്ററായിട്ടുള്ള ലക്ഷോപലക്ഷങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ R. ശ്രീകണ്ഠൻ നായർ സാർ അവറുകൾ, അതുപോലെ ആശംസകൾ അർപ്പിക്കാനെത്തിയിരിക്കുന്നവർ, സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്നവർ, ഇതിലൊക്കെ ഉപരിയായിട്ട് 24 ചാനലിൽ നിന്ന് നമ്മളുടെ എല്ലാവരുടെയും മനം കവരുന്ന ഹാഷിം സാർ, അതുപോലെ തന്നെ വിജയകുമാർ സാർ, മറ്റ് 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും കുടുംബാംഗങ്ങളെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, അനധ്യാപകരെ, എൻ്റെ എത്രയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെ, 24 ചാനൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ 30 ദിവസം നീണ്ടു നിൽക്കുന്ന അതിമനോഹരവും അതിമഹത്തായതുമായ ഒരു പര്യടനമാണ് ശ്രീകണ്ഠൻ സാറിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. SKN 40 കേരള യാത്ര എന്നാണ് അതിൻ്റെ നാമകരണം. നമ്മളുടെ ഈ കോളേജിനെ കൊല്ലത്ത് എത്തുമ്പോൾ നമ്മുടെ കോളേജിൽ എത്തണമെന്ന് സാറിൻ്റെ ആഗ്രഹം, അത് ഞങ്ങൾക്ക് എത്രത്തോളം സന്തോഷമോ അഭിമാനവും എന്താണ് ഞങ്ങളിൽ ഉളവാക്കിയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത്രത്തോളം സന്തോഷമാണ്. എങ്ങനെ അത് പ്രകടിപ്പിക്കണം, എങ്ങനെ അത് പറയണം എന്ന് അറിയില്ല. നമ്മുടെ ഈ കോളേജിൽ 74-76 കാലയളവിൽ പ്രീ ഡിഗ്രി പഠിച്ച് 50 വർഷങ്ങൾക്ക് ശേഷവും ഈ കോളേജിനെ മറക്കാതെ നെഞ്ചോട് ചേർത്ത് എപ്പോഴും ഏത് വലിയ സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ കോളേജിനെ ഓർത്ത് ഇരിക്കുന്ന സാറ്, നമ്മൾ ഒരുപാട് അനുഗ്രഹീതരാണ്, ഞങ്ങൾ നന്ദിയുള്ളവരുമാണ്. സാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അരുത് അക്രമം, അരുത് ലഹരി എത്രത്തോളം അർത്ഥവത്തായ ഒരു സംരംഭമാണ്. ഇന്ന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ ജനതയെ ഒന്നടങ്കം രക്ഷിക്കാൻ, പ്രത്യേകിച്ചും നമ്മുടെ യുവ തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്
24 ചാനൽ ഏറ്റെടുത്തിരിക്കുന്ന ഈ അത്യുഗ്രൻ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രാർത്ഥനയും ശ്രീനാരായണ കോളേജ് പുനലൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. എനിക്ക് എൻ്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഒരു വെളിപ്പാടകലെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഓടിയെത്തുന്ന ഞങ്ങളുടെ ചെയർമാൻ, RDC ചെയർമാൻ ശ്രീ TK സുന്ദരേശൻ സാർ അവരുകളെ ഞാൻ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാ ഉപദേശങ്ങളും എല്ലാ നേതൃത്വവും നൽകി മുൻനിരയിൽ നിന്ന് എന്തിനും എപ്പോഴും ഞങ്ങളോടൊത്തു നിൽക്കുന്ന ഞങ്ങളുടെ ശ്രീനാരായണ ട്രസ്റ്റ് ട്രഷറർ ഡോക്ടർ G ജയദേവൻ സാർ അവരുകളെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ലക്ഷോപലക്ഷങ്ങളുടെ ആരാധനാപാത്രമായ ഇന്നും യൗവനം സൂക്ഷിക്കുന്ന 50 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ കോളേജിൻ്റെ പടിയിറങ്ങി വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ പോയിട്ട് ലോകമെമ്പാടും അറിയപ്പെടുന്ന മാധ്യമ കുലപതിയായി മാറിയ നമ്മളുടെ സ്വന്തം ഞങ്ങൾ പുനലൂർ SN കോളേജുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ശ്രീ R ശ്രീകണ്ഠൻ നായർ സാർ അവരുകളെ എങ്ങനെ സ്വാഗതം ആശംസിക്കണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഈ പുനലൂർ SN കോളേജിൻ്റെ നാമധേയത്തിൽ അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെയും അനധ്യാപകരുടെയും നാമകരണത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ നാമത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ സഹർഷം സാദരം സ്വാഗതം ആശംസിക്കുന്നു സാർ. അതുപോലെ തന്നെ 24 ചാനലിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ് ഹാഷ്മി സാറും അതുപോലെ വിജയകുമാർ സാറും. ആ ഇൻട്രോയൊക്കെ ആരും മറക്കില്ല. എന്താണോ അതിൻ്റെ മാജിക്കെന്നറിയില്ല. മിനിറ്റുകളോ വേണമെങ്കിൽ മണിക്കൂറുകളോ വേണമെങ്കിലും അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്ന ആ ഏതാണോ ആ ഒരു വിഷയം അതിന് എത്രത്തോളം അവരുടെ മനസ്സിൽ അത് കടന്നു എന്ന് അറിയണമെങ്കിൽ ആ ഇൻട്രോ കേട്ടാൽ മതി. എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന വിജയകുമാർ സാർ അതുപോലെ കുറേ വർഷങ്ങളായിട്ട് മറ്റു ചില ചാനലുകളിലുമൊക്കെ പ്രവർത്തിച്ചു വന്ന സാറിനെയും ഒക്കെ നമുക്ക് കാണാനായിട്ട് ഒരുപാട് അവസരം കിട്ടി. നിങ്ങൾ 2 പേരെയും ഞങ്ങളുടെ കോളേജിലേക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ 24-ൽ നിന്നും ഫ്ലവേഴ്സിൽ നിന്നും വന്നിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ പുനലൂർ ശ്രീനാരായണ കോളേജിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. അതിനോടൊപ്പം തന്നെ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ സഹധർമ്മിണി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാഡത്തിനും ഈ കോളേജിൽ വരാനായിട്ടുള്ള ഒരു സന്തോഷം തോന്നിയതിൽ അതിയായ സന്തോഷം ഞങ്ങൾക്കുണ്ട്, അഭിമാനമുണ്ട്. മാഡത്തിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. കോളേജിൻ്റെയും എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. ഇന്നിവിടെ ആശംസകൾ അർപ്പിക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ സ്റ്റാഫ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ഷിബു സാറാണ്. സാറിനെയും അതുപോലെ തന്നെ സാന്നിധ്യം കൊണ്ട് ഈ പരിപാടിയെ ധന്യമാക്കി തീർത്ത പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ജോസ് തോമസ് സാർ, SKNൻ്റെ സഹപാഠിയായിട്ടുള്ള ശ്രീ സന്തോഷ് കുമാർ സാർ, അതുപോലെ ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൗൺസിലിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വിഷ്ണു S, ഇന്നിവിടെ കൃതജ്ഞത രേഖപ്പെടുത്താനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ പ്രവീൺ KH എന്നിവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് എല്ലാവരുടെയും പേരിൽ സഹർഷം സ്വാഗതം ആശംസിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും ഇന്ന് ഈ ഒരു ചാനൽ ഇവിടെ വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ദൂരങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സ്വമനസ്സുകളെയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വെളിച്ചവും ശബ്ദവും എല്ലാം തന്ന് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഏവരെയും ഞാൻ ഒരിക്കൽ കൂടി ശ്രീനാരായണ കോളേജ് പുനലൂരിൻ്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ും.
താങ്ക് യു ടീച്ചർ. അടുത്തായി അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ ബഹുമാനായ RDCയുടെ ചെയർമാൻ TK സുന്ദരേഷ് സാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം നമ്മുടെ കോളേജിന് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുകയും നമ്മളെ ലീഡ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഏറെ ബഹുമാന്യനായ RDC ട്രഷറർ ശ്രീനാരായണ ട്രസ്റ്റൻ ഡോക്ടർ G ജയദേവൻ അവർകൾ, നമ്മളേറെ ബഹുമാനിക്കുകയും അതോടൊപ്പം ഇന്ന് ആദരവ് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചെന്നിട്ടുള്ള മാധ്യമ കുലപതി ശ്രീ R ശ്രീകണ്ഠൻ നായർ സാർ അവർകൾ, ഇവിടെ സ്വാഗതം ആശംസിച്ച കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുലേഖ V അവർകൾ, ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ ഷിബു സെക്രട്ടറി സ്റ്റാഫ് അസോസിയേഷൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ജോസ് തോമസ് അവർകൾ, ശ്രീകണ്ഠൻ നായർ സാർ അവരുടെ സഹപാഠി കോട്ടവട്ടം ശ്രീ സന്തോഷ് കുമാർ അവർകൾ, ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൗൺസിലിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വിഷ്ണു അവർകൾ, ഇവിടെ കൃതജ്ഞത അർപ്പിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീ പ്രവീൺ അവർകൾ, മറ്റിവിടെ സന്നിധരായിരിക്കുന്ന ഏറെ ബഹുമാനിയായ ശ്രീകണ്ഠൻ സാർ അവരുടെ സഹധർമ്മിണി, പൂർവ്വ വിദ്യാർത്ഥി ശ്രീ ഖുറേഷി അവർകൾ, ശ്രീ ശ്രീകുമാർ, ശ്രീ അശോക് ബി വിക്രമൻ ഉൾപ്പെടെ ഇവിടെ സന്നിധരായിരിക്കുന്ന പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, അനധ്യാപകർ, മാധ്യമ പ്രവർത്തകർ, 24 ചാനലിൻ്റെ ശ്രീ ഹാഷിം അവർകൾ, ശ്രീ വിജയകുമാർ അവർ ഉൾപ്പെടെ ഇവിടെ സന്നിധരായിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മളേറെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ശ്രീകണ്ഠൻ നായർ സാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം മാധ്യമരംഗത്തെ കുലപതി തന്നെയാണ്. സമസ്ത ജനങ്ങളുടെയും മനസ്സിൽ പ്രദർശിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. കാരണം അദ്ദേഹത്തെ പറ്റി ആമുഖമായി ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഓരോ ജനങ്ങളുടെയും ഓരോരുത്തരുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ആ രൂപവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ശാരീരികമായിട്ടുള്ള ആംഗ്യഭാഷയും നമ്മുടെ മനസ്സിൽ എപ്പോഴും പിന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു സമൂഹത്തിൽ എവിടെ ചെന്ന്, ഏത് വില്ലേജിലായാലും ടൗണിലായാലും എവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാലും ശരി, അദ്ദേഹത്തെ ആർക്കും എപ്പോഴും തിരിച്ചറിയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ അരുത് അക്രമം, ലഹരി, അതിനെതിരായിട്ടുള്ള പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഒരു 4 മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് അദ്ദേഹത്തിന് സംപ്രേഷണം ചെയ്യാവുന്ന കാര്യമേ ഉള്ളായിരുന്നു. പക്ഷേ ഇന്ന് ഈ മുഴുവൻ ജനങ്ങളെയും ഓർത്തുകൊണ്ട് ഈ നാടിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ന് ഓരോ തെരുവീതികളിൽ ഇറങ്ങി ഇതിൻ്റെ എതിരെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും അതുപോലെ തന്നെ 40 വർഷം പിന്നിട്ട അദ്ദേഹം നമുക്ക് അഭിമാനത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തെ ഇന്ന് സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ നേരായ രീതിയിൽ, ശരിയായാലും തെറ്റായാലും ശരി, സത്യമായി തന്നെ തുറന്നു പറയുന്ന 24 ചാനലിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിത്വമാണ് ശ്രീകണ്ഠൻ നായർ സാർ. അദ്ദേഹത്തെ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ വന്നത് തന്നെ നമുക്ക് വളരെയേറെ ഭാഗ്യമുണ്ട്. തീർച്ചയായിട്ടും ഈ സമൂഹത്തിൻ്റെ അതുപോലെ തന്നെ ഈ മൊത്തത്തിൽ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഗവൺമെൻറ് വളരെ താല്പര്യപൂർവ്വം ജാതിയും അതുപോലെ തന്നെ രാഷ്ട്രീയവും ഒന്നും നോക്കേണ്ട ഒരു കാര്യമില്ല, നടപടിയെടുക്കാനുള്ള തീരുമാനത്തോടു കൂടി പോകുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച ഈ യാത്ര കാസർഗോഡ് എത്തുമ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ ഈ ലഹരിയും അക്രമവുമൊക്കെ ഒരു പരിധി വരെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും എന്നുള്ള യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളോട് കാണിക്കുന്ന ഈ പ്രതിബദ്ധത അത് നമുക്ക് എന്നെന്നും നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുകയും നിലനിൽക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് ഇതിനുള്ള ശക്തി ഉണ്ടാകട്ടെ. ജഗദീശൻ അദ്ദേഹത്തിന് ഇത് പ്രവർത്തിക്കാനുള്ള ദീർഘനാൾ അദ്ദേഹത്തിന് ഇത് അവസരം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ഏറെ ബഹുമാന്യനായ
ശ്രീനാരായണ ട്രസ്റ്റിൻ്റെ ട്രഷറർ ഡോക്ടർ ജയദേവൻ അവരെ ക്ഷണിക്കുക. ബഹുമാനായ അധ്യക്ഷൻ ശ്രീ കെ സുന്ദരേശൻ സാർ, എത്രയും ആദരണീയനായ ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ പ്രിൻസിപ്പൽ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, വിദ്യാർത്ഥിനികളെ, നിങ്ങൾക്കറിയാം ശ്രീകണ്ഠൻ നായരുടെ സമയം ഉൾപ്പെടെ വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെയും സമയം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം വേസ്റ്റാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ ഇന്ന് നടക്കുന്ന ഈ പരിപാടി നിങ്ങൾക്കറിയാം, ഇത് ശ്രീനാരായണ കോളേജാണ്. ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരുദേവൻ്റെ ആ ഉപദേശങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീകണ്ഠൻ നായർ സാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമലോകത്തെ കുലപതി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം മാധ്യമധർമ്മം എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ജാഥ, ഈ പ്രചരണ ജാഥ, അത് എന്നും ഈ സമൂഹത്തിന് നൽകിയ ഒരു വലിയ വിലപ്പെട്ട സംഭാവനയായിട്ട് ഈ ജനത കണക്കാക്കും. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം കൂടുതൽ സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സമയം വിലപ്പെട്ടതാണെന്ന് പറയാൻ കാരണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വർക്കല എസ് എൻ കോളേജിലൊരു ഇൻ്റർനാഷണൽ സെമിനാറിൽ പങ്കെടുക്കേണ്ട ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ടാണ് ഇതിൽ വന്നത്. ഷോർട്ട് നോട്ടീസ് ആണെങ്കിലും മറ്റത് ഏറ്റത് ഒരു സോറി പറഞ്ഞ് മാറ്റി വെച്ചിട്ട് വന്നത്. കാരണം ഇതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഈ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, നമ്മുടെ വളർന്നു വരുന്ന തലമുറ വളരെയേറെ കഷ്ടപ്പാടിലേക്ക് പോകുന്നു എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടെങ്കിലും അതിൽ നിന്നും ഒരു മോചനം നേടാൻ, ഇതിൻ്റെ ഈ ലഭ്യത കുറയ്ക്കാൻ, അതിനെ ഉപയോഗിക്കുന്നവരുടെ ആ മനസ്സിനൊരു പരിവർത്തനമുണ്ടാകാൻ ഉള്ള പരിപാടികൾ നടത്തുന്ന ശ്രീകണ്ഠൻ നായർ സാറിനെ എത്ര പ്രശംസിച്ചാലും മതി വരില്ല. കാരണം അത്രമാത്രം ഞാനിത് കണ്ട് അനുഭവിച്ച വ്യക്തിയാണ്. 50 വർഷമായിട്ട് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രാക്ടീസ് തുടങ്ങുമ്പം ആ ഗ്രാമപ്രദേശത്ത് ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം എന്ന് വെച്ചാൽ മദ്യമാണ്, വിരലിലെണ്ണാവുന്നത് മാത്രമാണ്. ഇന്ന് ആ ഉപയോഗിക്കാത്തവരുടെ എണ്ണം വിരലിലെണ്ണാവുന്നതായി മാറി എന്നുള്ള ഒരു വ്യത്യാസമാണ് ഇന്നുള്ളത്. അപ്പോൾ എന്തുമാത്രം നമ്മുടെ സമൂഹത്തിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. അപ്പം ഗുരുദേവൻ പറഞ്ഞത് മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത് എന്നാണ്. ആ സന്ദേശം ഉൾക്കൊള്ളാൻ 100% ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ മുന്നിൽ വന്ന രോഗികളും അവരുടെ കുടുംബവും ഒക്കെ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്തുമാത്രം ഉണ്ട് എന്ന് നേരിട്ടറിഞ്ഞ് അവിടെ അവർക്ക്
കൗൺസിലിങ്ങും ഒപ്പം ഡി അഡിക്ഷനും ഒക്കെ നടത്തി വന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ഈ ഒരു പരിപാടി ആണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നീടൊരു കാര്യം, കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠൻ നായർ സാറ് നമ്മുടെ CM-ഉമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ 2-3 പോയിൻറ്റ്സ് അദ്ദേഹം ചോദിച്ചു. അങ്ങ് പുകവലിക്കാറുണ്ടോ? ചെറുപ്പത്തിൽ വലിക്കാറുണ്ടായിരുന്നു, അതിൻ്റെ ബ്രാൻഡും പറഞ്ഞു. പക്ഷേ ഞാൻ വീട്ടിൽ ചെന്നാൽ വലിക്കില്ല എന്നാണ് അതിന് കൊടുത്ത മറുപടി. പിന്നീട് പറഞ്ഞ കാര്യം, അപ്പോൾ വീട്ടിൽ ചെന്നാൽ വലിക്കില്ല എന്ന് പറയാൻ കാരണം വീട്ടിൽ അന്ന് കൺട്രോൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഒരു കുടുംബത്തിലും ഈ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവിടുത്തെ സംസ്കാരം മാറി വളർന്നുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം ഇവിടുത്തെ ഭരണം അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ, നമ്മുടെ ഭരണഘടനയിലെ ആ സ്വാതന്ത്ര്യം എന്നുള്ളത് വ്യക്തി സ്വാതന്ത്ര്യത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് എന്തും ചെയ്യാം, എന്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നതുകൊണ്ടാണ് അവർക്ക് യാതൊരു രീതിയിലുള്ള കൺട്രോളും കുടുംബത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ, 1 മാസം മുമ്പ് നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, ഒരു 9 വയസ്സുള്ള കുട്ടി അവനെ വഴക്ക് പറഞ്ഞതിന് അച്ഛനെതിരെ കേസ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. അതങ്ങ് പാശ്ചാത്യ സംസ്കാരമാണ്. ആ പാശ്ചാത്യ സംസ്കാരം അവർ അനുഭവിച്ച് മടുത്ത ഒരു ജനതയാണ് അമേരിക്കയിലുള്ളത്. അപ്പോൾ ഇവിടെ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴേ മുളയിലെ നുള്ളണമെന്നുള്ളതാണ്. പിന്നീട് വേറെ എന്ന് പറഞ്ഞത്, അധ്യാപകർക്ക്, അദ്ദേഹം ചോദിച്ചതിന് അധ്യാപകർക്ക് അവർക്ക് വടി കൊടുക്കണം. പിള്ളേരെ നേരെ നിയന്ത്രിക്കാനുള്ള കടപ്പാട് അല്ലെങ്കിൽ ഉത്തരവാദിത്വം അധ്യാപകർക്കുണ്ട്. അതിനെ ചെറുത്ത് കുട്ടികൾ അധ്യാപകർക്കെതിരെ വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യണം. അതും നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. കോടതിയും കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമുക്ക് കോളേജുകളിൽ സ്കൂളുകളിലുമൊക്കെ പിള്ളേരെ ശിക്ഷിക്കണം. ആ ശിക്ഷിക്കുന്നതിനെതിരെ പ്രവർത്തിക്കാൻ കുട്ടികൾക്കുള്ള അവകാശമില്ല, അത് നിയന്ത്രിക്കണം. പക്ഷേ ശിക്ഷ അധികമായി പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നത്. ആ സമൂഹത്തിൽ ഈ വരും തലമുറയെ മാറ്റി അവരെ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ ഉതകുന്ന ഈ പരിപാടി നടത്തുന്നതോടൊപ്പം ഇനി ഈ സംഗതി ഈ നമ്മുടെ സമൂഹത്തിലേക്ക് വീണ്ടും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് കഴിയുന്നത് അധ്യാപക സമൂഹത്തിനാണ്. ഇനിയും അധ്യാപകരാകാൻ പോകുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളും അവരും ഇപ്പോഴേ അതിന് അനുചിതമായിട്ട് ചിന്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത തലമുറയെ അത് ബാധിക്കും. അതുകൊണ്ട് ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിലുള്ള ഈ കോളേജിൽ പഠിപ്പിക്കുന്ന ഓരോരുത്തർക്കും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം, വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം അടുത്ത പ്രഭാഷണത്തിലേക്ക് വരാൻ വേണ്ടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Jadaran Doctor, for excellent speech. നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ആരംഭിക്കുകയാണ്. മാധ്യമരംഗത്ത് ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് തുടങ്ങി മലയാള മാധ്യമരംഗത്ത് ഇന്ന് കുലപതിയായി മാറിയിരിക്കുന്ന, ഇവിടെ തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു, കൗൺസിൽ കൂടി അദ്ദേഹത്തെ മാധ്യമ രാജാവെന്ന് വിളിക്കണോ, അപ്പോൾ ഒരു ബൂർഷ്വാ പദമാവില്ലേ എന്ന് ഒക്കെ പറഞ്ഞു. മാധ്യമ തലൈവറായിട്ടുള്ള അദ്ദേഹം 40 സംവത്സരങ്ങൾ പൂർത്തിയാക്കുകയാണ്. അദ്ദേഹം ആകാശവാണിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, പിന്നീട് മനോരമ ചാനലിൽ ജോലി ചെയ്തിട്ടുണ്ട്, പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫ്ലവേഴ്സ് 24 ചാനൽ എന്നീ ചാനലുകളിൽ മാനേജിംഗ് ഡയറക്ടറായിട്ടിരിക്കുന്നു. പലതുകൊണ്ടും അദ്ദേഹം പ്രശസ്തനാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ നോക്കുമ്പോഴറിയാം, അദ്ദേഹത്തിന് പല ഗുണങ്ങൾ ഒത്തുചേർന്ന വ്യക്തിയാണ്. മമ്മൂട്ടിയെ പോലെ സൗന്ദര്യമുള്ള വ്യക്തി, അതുപോലെ ജഗതി ശ്രീകുമാറിനെ പോലെ ഹാസ്യം കൈകാര്യം ചെയ്യുന്ന വ്യക്തി, സുകുമാർ ആഴിക്കോടിനെ പോലെ തലയെടുപ്പും വിമർശന ബുദ്ധിയും ഒക്കെയുള്ള വ്യക്തി, MK സാനുമാഷിനെ പോലെ സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തി. അങ്ങനെ എന്തെല്ലാം പല വ്യക്തിത്വങ്ങൾ ഒത്തുചേർന്ന ഒരു വ്യക്തിയാണ് നമ്മോട് ഇന്ന് വരുന്നത്. അദ്ദേഹം ഉയർന്നു വന്നത് തീർച്ചയായിട്ടും ഈ കോളേജിൽ കൂടിയാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹം ശ്രീ KN ബാലഗോപാലിലൂടെ പഠിച്ചതാണ്. ഇവിടെ ഏറെ പ്രശ്നങ്ങൾ ഈ കേരളത്തിൽ സാമ്പത്തികമായി ഉണ്ടായിട്ട് അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ കോളേജിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇവിടുന്ന്
വിദ്യാഭ്യാസമൊക്കെ തുടങ്ങി വെച്ച ശ്രീകണ്ഠൻ സാറും ഈ രംഗത്തെല്ലാം ഉയർന്നു പോയതിൻ്റെ ഒരു ചെറിയ തുടക്കം നമ്മുടെ കോളേജിൽ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ ഫംഗ്ഷനുകളിലും അദ്ദേഹം ഇപ്പോൾ 2-3 ഫംഗ്ഷനുകളിൽ വന്നു. എല്ലാ ഫംഗ്ഷനുകളിലും അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഈ കോളേജിലോട്ട് കടന്നു വരുന്നത്. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യായ പ്രിൻസിപ്പൽ സുലേഖ ടീച്ചർ ക്ഷണിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ആദരിക്കണമെന്ന് അറിയിക്കുന്നു. ബഹുമാനായ SKNനെ നമ്മുടെ FSA ഫോർമർ സ്റ്റുഡൻസ് അസോസിയേഷൻ ആദരിക്കുന്നു. അതിനുവേണ്ടി അതിൻ്റെ പ്രസിഡന്റ് ജോസ് സോമത്താറിനെ ക്ഷണിക്കുന്നു. ഒന്ന് രണ്ട് ആദരം കൂടിയുണ്ട്. സമാജം സ്കൂളുകളുടെ മാനേജർ ആദരിക്കുന്നു. അടുത്തായി അദ്ദേഹത്തിൻ്റെ സഹപാഠി 1974-76 പ്രീ ഡിഗ്രി ബാച്ചിലെ വിദ്യാർത്ഥിയായിട്ടുള്ള സന്തോഷ് കുമാർ കെ. പ്രിയപ്പെട്ട ബാഹുലയൻ സാറ് ആദരിക്കുന്നു. PTA മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പ്രിയപ്പെട്ട ഖുറേഷി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നത്. ് 1974-76 F ബാച്ചിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അൽഫോൺസ് സാറ് ആദരിക്കുന്നു. ഖുറേഷി സാറിൻ്റെ മകൻ ഇപ്പോൾ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം ചിത്രം സംഭാവന ചെയ്തിരുന്നു. SKNൻ്റെ ചിത്രം ഇപ്പോൾ കൈമാറുകയാണ്. ഈ ആദരവ് പരിപാടിയിൽ സംസാരിക്കുന്നതിനും അതുപോലെ
ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ചാനലുമായി വന്നിട്ടുള്ളത്. അരുത് അക്രമം, അരുത് ലഹരി എന്ന ക്യാമ്പയിനിൽ സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ SKN ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ KS സുന്ദരീശൻ, അദ്ദേഹം പുല്ലൂർ പേപ്പർ മില്ലിൻ്റെ ചെയർമാൻ കൂടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് സന്തോഷം. മാത്രമല്ല, പേപ്പർ മില്ല് ഒരു തീം പാർക്കാക്കി മാറ്റാൻ പോകുകയെന്ന് പറഞ്ഞു. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു മനുഷ്യൻ ഒരു പേപ്പർ മില്ലെടുത്ത് തീം പാർക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അദ്ദേഹം പേപ്പറിൽ വലിയ പാരമ്പര്യമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തീം പാർക്ക് വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സുലേഖ BT, അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത SN ട്രസ്റ്റിൻ്റെ ട്രഷറർ ഡോക്ടർ G ജയദേവൻ, അതേപോലെ ഇനി ആശംസകൾ നേരുന്ന ഷിബു T, എൻ്റെ കൂടെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ നെറ്റ്വർക്കിൻ്റെ വൈസ് പ്രസിഡൻ്റായ C ഉണ്ണികൃഷ്ണൻ, അതുപോലെ ആഷ്മി താജ് ഇബ്രാഹിം വാർത്താ അവതാരകൻ, അതുപോലെ ഞങ്ങളുടെ വാർത്താ പ്രസൻറ്ററും ഒക്കെയായ S വിജയകുമാറും, അതുപോലെ ഞങ്ങളുടെ 75 അംഗ സംഘമാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ യാത്രയിൽ ചേരുന്നത്. അതുപോലെ എൻ്റെ കൂടെ പഠിച്ച ശ്രീകുമാർ, കുഞ്ഞുമോൾ, അൽഫോൺസ്, സന്തോഷ്, ഇങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ട്. എൻ്റെ നാട്ടിൽ നിന്ന് രാജൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം കുറേ കാലം ഞാനുമായിട്ട് സൗഹൃദത്തിൻ്റെ പിഴ അനുഭവിക്കുന്ന ആളാണ്. അപ്പോൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മനഃശാസ്ത്രജ്ഞയായ സൗമ്യ ടീച്ചർ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്രയുടെ ഉദ്ദേശം ഞാൻ 40 കൊല്ലം തികഞ്ഞതുകൊണ്ട് ഒരു സ്വീകരണം വാങ്ങിക്കുക അങ്ങനെയല്ല. ശരിക്കും ഞാൻ ഈ കോളേജിൽ അല്ലെങ്കിൽ ഞാൻ ഒരുപക്ഷേ നിങ്ങൾ സ്വീകരണം ഏർപ്പെടുത്തല്ലേ എന്ന് ഞാൻ അഭ്യർത്ഥിച്ചേനെ. പക്ഷേ ഇതെൻ്റെ കുടുംബം പോലെയാണ്. ഞാൻ അരനൂറ്റാണ്ട് മുമ്പാണ് ഇവിടെ പഠിച്ചത്. നമ്മുടെ ശ്രീകുമാർ എൻ്റെ അടുത്തൊരു കാര്യം ഇനി അത് പറഞ്ഞ് തൊലകല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം പക്ഷേ ശ്രീകുമാറിന് ക്ഷമയുടെ നെല്ലിപ്പല ഒടിയുന്ന ഒരു കാര്യം ഞാൻ ഓരോ തവണ ഈ കോളേജിൽ വരുമ്പോഴും പറയും. അവന് കേട്ട് ശ്രീകുമാറിന് ബോറടിച്ച് ഇനി മിക്കവാറും ഞാൻ പ്രസംഗിക്കുന്ന സ്ഥലത്ത് ശ്രീകുമാർ വരാനും സാധ്യതയില്ല. കാരണം ഞാനൊരു മാനേജ്മെൻറ്റ് കോട്ടയിൽ ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ഒരാളാണ്. 232 മാർക്കായിരുന്നു ഇത്. ശ്രീകുമാറിൻ്റെ അച്ഛൻ PV ശ്രീധര പണിക്കർ, അദ്ദേഹത്തിൻ്റെ ഗോഡൗണിലെ ഒരു ഗോതമ്പ് യാക്കിൻ്റെ മുകളിൽ ഗോതമ്പിൻ്റെ ക്വാളിറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഈ അഡ്മിഷൻ നടന്നത്. അത്രയും നല്ല മുഹൂർത്തത്തിൽ നടന്നുകൊണ്ടാണ് 40 കൊല്ലം എനിക്ക് മീഡിയയിൽ നിൽക്കാൻ പറ്റിയത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കസേരയിൽ ഇരിക്കുമായിരുന്നെങ്കിൽ ചിലപ്പം ഇത്രയും സംഭവിക്കില്ലായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ എന്തായാലും അന്തരിച്ചുപോയ അദ്ദേഹത്തെ ഞാൻ ഓർമ്മിക്കുന്നു. മാത്രമല്ല, അന്ന് ഞങ്ങളൊക്കെ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ശ്രീകുമാറിൻ്റെ ചൂട് പിടിച്ച് നടന്ന ഇവരുടെ ഈ ബേക്കറിയിൽ നിന്ന് അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ കഴിക്കാം, കൂൾ ഡ്രിങ്ക്സൊക്കെ കഴിക്കാം. ഞാനപ്പോൾ അന്ന് ശ്രീകുമാറിനെ നന്നായി പ്രശംസിക്കുന്ന ഒരാളായിരുന്നു. അന്ന് ശ്രീകുമാറിനെ പ്രശംസിച്ചു, ഇന്ന് നാട്ടുകാരെ പ്രശംസിക്കുന്നു. അത് മാത്രമേ ഉള്ള എൻ്റെ ജീവിതത്തിലുണ്ടായ വ്യത്യാസം. അപ്പോൾ ഞാൻ ഇനി കാര്യത്തിലേക്ക് വന്നാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെന്നുപെട്ടിരിക്കുന്ന വലിയൊരു അപകടമുണ്ട്. നമുക്കറിയുമെന്നറിയില്ല. ഞങ്ങൾ ഈ വാർത്താമുറിയിൽ ഞാനും ആഷ്മിയും വിജയകുമാറും അതുപോലെ നമ്മളെ പ്രിയപ്പെട്ട മറ്റ് ഗോപികൃഷ്ണനെ പോലുള്ള വാർത്താ അവതാരകരും ഒക്കെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വാർത്താമുറിയിൽ വരുന്ന വാർത്തകളിൽ ആദ്യം നടുങ്ങിപ്പോകുന്നത് ഞങ്ങളാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ റിപ്പോർട്ടർ അയക്കുമല്ലോ. അതായത് 10 വയസ്സുള്ള സഹോദരൻ 12 വയസ്സുള്ള സഹോദരിക്ക് MDMA കൊടുക്കുന്നു. സ്വന്തം പെറ്റമ്മയുടെ മാറിലേക്ക് ഒരുവൻ MDMAയുടെ പിൻബലത്തിൽ കത്തി കുത്തി കയറ്റുന്നു. അതുപോലെ ഉറങ്ങിക്കിടക്കുന്ന അച്ഛനെ മൺവെട്ടിക്കൊണ്ട് വെട്ടുന്നു. അബാൻ എന്ന് പറയുന്ന കുട്ടി ചെറുപ്പക്കാരൻ ചെയ്തെന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരേ ചുറ്റിക കൊണ്ട് 6 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഭാഗ്യത്തിന് അവൻ്റെ ഉമ്മ രക്ഷപ്പെട്ടു. 5 പേർ കൊല്ലപ്പെട്ടു പോയി. എന്താണ് അബാന് സംഭവിച്ചതെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. വെഞ്ഞാറമൂട് നടന്ന സംഭവമാണ്. കേരളത്തിൽ കഴിഞ്ഞ 2 മാസങ്ങൾക്കുള്ളിൽ 10-70 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 30 പേര് മരിച്ചിരിക്കുന്ന MDMAയുടെ സ്വാധീനത്തിലാണ്. ഇപ്പോൾ ഈ ലഹരി എത്രമാത്രം നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ ജീവിതത്തിന് പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണത്. എനിക്ക് ഈ കോളേജിലെ ഒരു പഴയകാല വിദ്യാർത്ഥി എന്നുള്ള നിലയിലും ഈ കോളേജിൽ ഏത് സമയവും കടന്നു ചെല്ലാനുള്ള ആത്യന്തികമായ അവകാശമുള്ള ഒരു പഴയ വിദ്യാർത്ഥി എന്ന നിലയിലും എനിക്ക് എൻ്റെ കുട്ടികളോടും ഈ കോളേജിൽ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ കോഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. ഈ കോഴ്സ് പഠിക്കുന്ന കുട്ടികളോടും പറയാനുള്ളത്, ഈ പഞ്ചസാര മണൽത്തരി പോലെ ഇരിക്കുന്ന ഈ സാധനം നിങ്ങൾ ഒരിക്കലെങ്കിലും രുചിച്ച് നോക്കിയാൽ ആ രുചിയുടെ സുഖം കൊണ്ട് അടുത്ത തവണ 2ഓ 3ഓ തവണ രുചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അപകടത്തിൽ നിന്ന് പിന്നെ രക്ഷപ്പെടാനേ കഴിയില്ല. മാത്രമല്ല, ഈ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കിടയിലും അതുപോലെ പ്രൊഫഷണൽ കോളേജുകളിലും MBBSലും എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന കോളേജുകളിലുമൊക്കെ തന്നെ ഈ ട്രസ്റ്റിൻ്റെ കീഴിലൊക്കെ കോളേജുകളിലൊക്കെ തന്നെ പ്രചരിക്കുന്ന ഒരു കുപ്രചരണമുണ്ട്. അത് ഈ കുൽസിത ബുദ്ധികൾ അഴിച്ചുവിടുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കഞ്ചാവ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി വല്ലാതെ വികസിക്കും.
നിർമ്മിത ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ബുദ്ധി വികസിക്കാൻ പറ്റിയ സാധനമാണ് ഈ രാസലഹരിയും കഞ്ചാവും എന്ന് പറയുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ ശരീരത്തേക്ക് മാരകമായ രാസലഹരി കടന്നു കയറിയാൽ നിങ്ങളുടെ ജീവിതം ഒടുങ്ങുന്ന യാത്ര നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അടുത്തിടെ നിങ്ങൾ അറിഞ്ഞു കാണും, MDMA-യുമായി ഒരുവൻ പോലീസിനെ കണ്ട് ഭയന്ന് MDMA-യുടെ കവറെടുത്ത് വിഴുങ്ങി അവസാനം ആമാശയത്തിൽ കിടന്നത് പൊട്ടി അവൻ കാഞ്ഞുപോയി. ഒന്ന് ആലോചിച്ച് നോക്കണം. ജീവിതത്തിൽ പണമുണ്ടാക്കുന്നതാണ് എല്ലാം എന്ന് നമ്മൾ വിശ്വസിക്കരുത്. പണത്തിന് മാത്രം നേടിക്കൊടുക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരു 100,000 കാര്യങ്ങളെങ്കിലും ഉണ്ട്. നമ്മളോട് സ്വപ്നം കാണാൻ പറഞ്ഞത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലിപ്പം നടക്കുന്നത്. ഇപ്പോൾ വീട്ടമ്മമാർക്ക് പഴയ പോലെ അവസ്ഥയാണോ? കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ കുട്ടി എന്താകുമെന്നറിയില്ല. ചില വീട്ടമ്മമാർക്ക് രാത്രിയിൽ മുട്ട് കേൾക്കുമ്പോൾ മകന് മുന്നിൽ വാതിൽ മലർക്ക തുറന്നു വയ്ക്കാൻ നല്ല ഭയമാണിപ്പോൾ. കാരണം MDMA-യോ അങ്ങനെ മാരകമായ ഏതെങ്കിലും വിഷവസ്തു കഴിച്ചു വന്നിട്ട് ഇവൻ അമ്മയോട് പോലും എന്ത് ചെയ്യും എന്ന് ആശങ്കപ്പെടുത്തുന്ന അമ്മമാർ കേരളത്തിലുണ്ട്. അത് നമ്മൾ മറക്കാതെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്തിന് ഈ മാർച്ചിലൊക്കെ നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഏറ്റവും വലിയ ചൂടടിക്കുന്ന ഈ പുനലൂരിലുമൊക്കെ നമ്മൾ ഈ നട്ടുച്ചയ്ക്ക് ഇങ്ങനെ പ്രസംഗം നടത്താൻ വന്നത് എന്തിനെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാകും. ചില ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ടാകും അവർക്ക് ടെലിവിഷൻ റേറ്റിങ്ങിന് കൂടാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 30 ദിവസം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് മുതൽ ഈ കത്തി എരിയുന്ന വെയിലത്ത് ഞാൻ നടന്നാൽ റേറ്റിംഗ് പോയിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ റേറ്റിംഗ് തന്നെ താന്നു പോകും. അത്ര കഠോരമായ ചൂട് അനുഭവിക്കുന്നുണ്ട്. ഈ നിങ്ങൾക്കറിയാം, ഏഷ്യാനെറ്റിലൊക്കെ നമ്മൾ തമ്മിൽ കളിച്ചു നടക്കുന്ന കാലത്ത് എൻ്റെ ഉടുപ്പും വസ്ത്രാലങ്കാരവും ഒക്കെ ചെയ്തിരുന്നത് ഗായത്രി ടെക്സ്റ്റൈൽസിൻ്റെ അന്നത്തെ ഉടമയായിരുന്ന ഈ അശോകനാണ്. എനിക്ക് അശോകന് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു വലിയ സഹായം ഞാൻ ചെയ്തു. എനിക്ക് നിരന്തരമായി കോസ്റ്റ്യൂം അയച്ചു തന്ന അശോകൻ്റെ ഗായത്രി പൂട്ടി. എനിക്കതൊക്കെ അല്ലേ ഒരു സുഹൃത്തിനോട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അശോകനൊക്കെ അയച്ചു തരുന്ന ഉടുപ്പൊക്കെ ഇട്ട് ഞാൻ ഈ ശീതീകരിച്ച മുറിക്കുള്ളിൽ വളർന്ന ഒരാൾ ഇത്രയും മേലോട്ട് നോക്കിയാൽ ചുട്ടുപൊള്ളുന്ന ആകാശത്തിന് കീഴെ ഞാനും എൻ്റെ സംഘാംഗങ്ങളും. ആഷ്മിയൊക്കെ സത്യം പറഞ്ഞ ജീവിതത്തിൽ ഇത്രയും വെയിൽ കൊണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ചോദിച്ചു വെയിലൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല, വേറെ എന്തോ കുഴപ്പം വരാനിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആഷ്മി പറഞ്ഞത്. വിജയകുമാറിനെ കണ്ടാൽ അറിയാതായി. എൻ്റെ പേടിയെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞൊരു 30 ദിവസം കഴിയുമ്പോൾ വിജയകുമാറിൻ്റെ സ്നേഹസമ്പന്നയായ ഭാര്യയ്ക്ക് വിജയകുമാറിനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. ഏതോ ഒരു മനുഷ്യൻ രാത്രി വീട്ടിൽ കയറി വരുന്നല്ലോ എന്നായിരിക്കും ചിലപ്പോൾ ഭാര്യ സംശയിക്കാൻ സാധ്യത. ആ രീതിയിൽ കരിഞ്ഞുണങ്ങി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഇത്രയും ചൂട് സഹിച്ച് ഇത് കൂടാതെ ഉണ്ണികൃഷ്ണനും അതുപോലെ നമ്മുടെ സംഘം നമ്മുടെ ഈ നിങ്ങളെ ബഹിരാകാശത്ത് വരെ എത്തിച്ച് നമ്മുടെ കാഴ്ചകൾ കാണിച്ചു തരുന്ന മേഘക്കിറുകൾക്കിടയിൽ ഒരു ക്യാമറ ഒളിച്ചിരിക്കുന്നു എന്ന് ജനങ്ങളെ അറിയിച്ച ആദ്യത്തെ ആൾ ലോകത്ത് വിജയകുമാറാണ്. അങ്ങനെയുള്ള ആകാശ ദൃശ്യങ്ങളെ കാണിക്കുന്ന അരുൺ എഴുപുന്ന മുതൽ എത്രയോ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്നറിയാം. മാത്രമല്ല ഒരു ഗവേഷക സംഘം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ബിന്ദുരാജ് എന്ന് പറയുന്ന 24 പ്രവർത്തിക്കുന്ന ഗവേഷകനാണിതിന്. എന്തിനാണ് ഗവേഷകൻ എന്ന് ചോദിച്ചാൽ ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങൾ, പ്രായോഗിക പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി വലിയൊരു റിപ്പോർട്ടാക്കി ഒരു PhD തീസിസ് പോലാക്കി സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ സാന്നിധ്യത്തിൽ സമർപ്പിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ നടത്തിയ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു നമ്മളിത് ലോഞ്ച് ചെയ്ത ദിവസം. ആ അഭിമുഖം നമ്മൾ സംപ്രേഷണം ചെയ്തതോടെ മുഖ്യമന്ത്രി വളരെ കടുത്ത നിർദ്ദേശം തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ കുറ്റവാളിയുടെ മുഖം നോക്കണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഭരണപക്ഷത്തുള്ള ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ആരെയും ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകരുത്. നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താവും. ഞാൻ പാർട്ടിക്കാരനായിട്ട് പറയുന്നതല്ല, പാർട്ടിയുടെ തലപ്പത്തുള്ള ആളുകൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഇതിനകത്ത് പാർട്ടിയൊന്നുമല്ല, മതമില്ല, ജാതിയില്ല, കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ്. നമ്മളിപ്പോൾ ഒരു കുട്ടി, 2 കുട്ടികളൊക്കെ നമുക്കുള്ളൂ. നമ്മൾ അമിതമായി വത്സല കുട്ടികളായിട്ട് വാത്സല്യത്തോടെ വളർത്തിയതാണ്. നമുക്കറിയാം ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ കുറേ കാലമായി കാത്തിരുന്നിട്ടൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അമ്മ മാറോട് അണച്ചുകൊണ്ട് ആ കുഞ്ഞിനെ നോക്കി മൻമോഹൻ സിംഗിൻ്റെ അതേ ചായയുണ്ട് ഈ കുഞ്ഞിന്. ഡോക്ടർ APJ അബ്ദുൽ കലാം പോലിരിക്കുന്നു. കൈകൾക്കൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കൈയാണ്. ഗോപിനാഥ് മുതുകാടിൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സ് പോലെയാണ് ഇതിൻ്റെ മനസ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കുട്ടിയെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരാൻ പാടുപെടുന്നവരാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ തന്നെ ഈ ഐസ്ക്രീമിലൊക്കെ പടർത്തിയ ലഹരിയും ഒക്കെ കഴിച്ച് ഇങ്ങനെയുള്ള മാഫിയ സംഘങ്ങൾ. നിങ്ങൾ അറിയേണ്ടത് ഈ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ തലപ്പത്തുള്ള ആളുകളൊന്നും കേരളത്തിലുള്ളവരല്ല. തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെ ഉള്ള ആളുകളാണ്. ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, സംസ്ഥാനത്തെ എല്ലാ മുഖ്യമന്ത്രിമാർ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുടെ മുഴുവൻ ഒരു യോഗം വിളിച്ചിട്ട് അങ്ങ് ഇവൻ്റെയൊക്കെ നാരായ പേര് അറുത്ത് വീഴ്ത്തണം. ഒരുപക്ഷേ കോവിഡിന് ശേഷം
കേരളത്തിൽ അങ്ങയുടെ ഏറ്റവും വലിയ കാര്യക്ഷമത പരിശോധിക്കുന്ന അളവുകോൽ അങ്ങ് ഇതിനെതിരെ എന്തുമാത്രം അടരാടി എന്നുള്ളതായിരിക്കും. അദ്ദേഹം തലകുലുക്കി, അദ്ദേഹം ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം എല്ലാ പോലീസ് മെഷീനറിയും സജീവമാക്കിയെന്നാണ് ഞാൻ അറിയുന്നത്. അദ്ദേഹത്തിന് കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് നമ്മൾ ശക്തി പകരും. ഇത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ല. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അത് എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളാണ്. എൻ്റെ ജനകീയ കോടതിയിലൊക്കെ വന്നിരുന്ന് മറുപടി പറയുകയും ഒക്കെ ചെയ്ത ആളാണ്. അദ്ദേഹത്തോടും ഈ എസ് എൻ ട്രസ്റ്റിനോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ കോളേജിലെ ഒരു വിദ്യാർത്ഥി പോലും ഇത്തരം മാരകമായ ലഹരി വസ്തുക്കൾക്ക് അടിയറ മുഖമിടിച്ച് വീഴാതിരിക്കാൻ എല്ലാവിധമായ മുൻകരുതലും കോളേജിൽ ഉണ്ടായിരിക്കണം. അപരിചിതർക്ക് കോളേജിലേക്ക് പ്രവേശനം ഉണ്ടാകരുത്. കോളേജ് കുട്ടികളെ സ്വാധീനിക്കുന്ന സംഘത്തിലേക്ക് കുട്ടികൾ കടന്നു പോകരുത്. എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിലെ ഇങ്ങനെയുള്ള മാരകമായ വിഷലഹരികൾ കൊണ്ടുവരുന്നത് വിദേശ നാടുകളിലിരിക്കുന്ന മാഫിയ സംഘങ്ങളാണ്. കൊച്ചി പോലുള്ള നഗരം വളരെ സമാധാനത്തോടെ നമുക്ക് ക്യാമറയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും സൗന്ദര്യമുള്ള ഫ്രെയിം കിട്ടുന്ന കൊച്ചി നഗരത്തിൻ്റെ ഉള്ളറകളിൽ മാരകമായ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്ന അന്തർദേശീയ മാഫിയ നെറ്റ്വർക്കുകളുണ്ട്. അവരുടെ കടയറുത്ത് വീഴ്ത്തണമെങ്കിൽ നമുക്ക് ഒരു 1.5 ശക്തി വേണം. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ഒന്നിച്ചു നിന്നാൽ, ഇത്തിരി ലേറ്റായി പോയി നമ്മൾ, അത് യാഥാർത്ഥ്യമാണ്. ഇത്തിരി ലേറ്റായെങ്കിലും നമ്മൾക്കിത് ഒരുപാട് കാലം വിടാൻ പറ്റില്ല. എൻ്റെ മനസ്സിലെ ആഗ്രഹം, എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന സംഘങ്ങളുടെ ആഗ്രഹം, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആഷ്മിയുടെയും വിജയകുമാറിൻ്റെയും താല്പര്യം, നമ്മൾ ഈ കാസർഗോഡ് തന്ന 30 ദിവസം കഴിയുമ്പോൾ എല്ലാ ഈ രാസലഹരി വിൽപ്പനക്കാരനും ഈ സംസ്ഥാനം വിട്ടു പോകണം. അമ്മമാർ ചൂലെടുക്കണം. എവിടൊക്കെ ഇന്ത്യയിൽ എവിടൊക്കെ അമ്മമാർ ചൂലെടുത്തിട്ടുണ്ടോ അവിടൊക്കെ അമ്മമാരെ വിജയിച്ചിട്ടുള്ളൂ. പട്ടാപ്പകൽ കള്ളിഷാപ്പിക്കാരി പോകുന്ന അച്ഛനേക്കാളും ഒരുപക്ഷെ അമ്മമാർക്കായിരിക്കും ചൂലെടുത്ത് ഈ വിഷയം നേരിടാൻ കഴിയുന്നത്. കാര്യം അമ്മയുടെ കണ്ണിൽ ഒരു ഗർഭപാത്രത്തിൽ നിന്ന് വരുന്നൊരു കുഞ്ഞിൻ്റെ വളർച്ചയൊക്കെ അമ്മയെപ്പോലെ തിരിച്ചറിയുന്നവർ മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ അമ്മമാർക്കാണ് ഇതിലേറ്റവും വലിയ റോളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കരുതലോടെ ഇരുന്നാൽ, നിങ്ങളിനി പണ്ടത്തെ പോലെ പള്ളിക്കൂടത്തിൽ ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ആ വഴിക്ക് നമ്മൾ പോകത്തില്ല. നമ്മളിനി അങ്ങനെ പോരാ. നമ്മൾ സ്കൂളിലേക്ക് കുട്ടി പോയി കഴിഞ്ഞാൽ കുട്ടി ഏത് വഴി സഞ്ചരിക്കുന്നു, കുട്ടിയോട് ഇനി കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിച്ച് ചോദിക്കണം. ഒരു സെൻസിറ്റീവായ ഒരു തലമുറയോടാണ് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുന്നത്. കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് വീട് വിട്ടു പോകുന്ന കുട്ടികളുണ്ട്, കയറെവിടെയെന്ന് അന്വേഷിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ഒരു കാലമാണ്. അതുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മുടെ സന്തോഷ് പോറ്റിയൊക്കെ നടത്തുന്ന സ്കൂളുകളിലൊക്കെ തന്നെ ഈ മാരക ലഹരിക്കെതിരെ നമ്മളൊരു യുദ്ധം ചെയ്യണം. കാര്യം ഈ ലഹരി ഇല്ലാതായാൽ തന്നെ ഈ നാട്ടിലെ അക്രമം 4-1 കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ രാഷ്ട്രീയമൊന്നും വേണ്ട. നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യണം. കാരണം ഈ കേരളം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിന് വലിയൊരു ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ അമ്മയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നതിന് വല്ല അളവുണ്ടോ? നമ്മളെ അമ്മയൊരു നന്മയുടെ നിറകുടം പോലെ. അമ്മയെന്ന് കേട്ടാൽ നമുക്ക് വലിയൊരു വികാരമാണത്. മാത്രമല്ല എൻ്റെ അമ്മയൊക്കെ മരിച്ചു പോയതാണ്. ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ്, അമ്മ മരിച്ചു പോയതിന് ശേഷം ഈ അമ്മയോടുള്ള എൻ്റെ സ്നേഹം കൂടിക്കൂടി വരികയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ എനിക്ക് എങ്ങോട്ട് ചുവട് വയ്ക്കണമെന്ന് ഒരു ആശങ്ക ഉണ്ടാകുന്ന നിമിഷങ്ങളിലൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഏകാഗ്രമാക്കി നിർത്തി വിളിക്കുന്ന ഒറ്റ വാക്കുള്ളത് അമ്മയെന്നുള്ള വിളിയാണ്. നമ്മളിൽ മുഴുവൻ നമ്മുടെ മനസ്സിൻ്റെ അഗാധങ്ങളിലേക്ക് കരുത്തിൻ്റെ വലിയൊരു നീർച്ചോല ഒഴുകി വരുന്ന ഒരു ഫീലാണ് നമുക്ക് അമ്മ എന്നുള്ള വികാരത്തിൽ. ഈ അമ്മയാണ് ചൂലെടുക്കേണ്ടത്. ഈ അമ്മയ്ക്കേ അറിയൂ ഒരു കുട്ടിയുടെ വികാര വായ്പകൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ നിങ്ങൾ വീടുകളിലൊക്കെ തന്നെ കുട്ടികളെ വളർത്തുമ്പോൾ അവരെ കാര്യമായി സ്നേഹിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നില്ല. വീട്ടിൽ മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിച്ച് നമ്മൾ പലപ്പോഴും കുട്ടികളെ സ്നേഹിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി കളയുന്നുവെന്ന് വിവരമുള്ള ആളുകൾ നമ്മോട് ഇപ്പോഴും പറയുന്നു. അതുകൊണ്ട് കുട്ടികൾ വീട്ടിലെത്തിയാൽ നമുക്ക് മൊബൈൽ പിന്നെയും കാണാമല്ലോ. മൊബൈലിലേക്ക് വരുന്ന സാധനങ്ങൾ അവിടെ കിടപ്പുണ്ട്. ഏതോ ഒരു അവണാകുഴിയിൽ ആ സാധനം സേവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവണാകുഴി കിടക്കുന്ന സർവർ എന്നാണ് ഇംഗ്ലീഷ് പദം. സർവറിൽ കിടക്കുന്ന സാധനമൊക്കെ നമുക്ക് പിന്നീട് കാണാം. നമ്മൾ കുട്ടികളോട് സ്കൂളിൽ പോയി ടീച്ചർ എന്ത് പറഞ്ഞു, ടീച്ചർ നോട്ട്ബുക്കിൽ എന്തെങ്കിലും കുറിച്ച് തന്നോ, ടീച്ചർ നിൻ്റെ തോളത്ത് തട്ടിയോ, ടീച്ചറിൻ്റെ താടിക്ക് പിടിച്ചോ, നിൻ്റെ കൂട്ടുകാരി എന്ത് പറയുന്നു, നിൻ്റെ കൂട്ടുകാരിക്ക് സുഖമാണോ, നിൻ്റെ ചോറ്റുപാത്രത്തിൽ നിന്ന് നീ എന്താ കൊണ്ടുപോയത്, അടുത്ത പാത്രം നീ ഇഡ്ഡലി എടുത്ത് കഴിച്ചോ, ഇങ്ങനെയൊക്കെയുള്ള സ്നേഹ സംഭാഷണങ്ങളുടെ അഭാവം വീടുകളിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അമേരിക്കക്കാരും റഷ്യക്കാരും ഇംഗ്ലണ്ടുകാരുമാകാൻ ശ്രമിക്കണം. നമുക്കൊരിക്കലും അങ്ങനെ ആവില്ല. നമ്മൾ നാട്ടിലെ ഗംഗാരം പിള്ളയും സുന്ദരേശ സാറും ഒക്കെയാണ്. നമുക്ക് നമ്മളാകാനേ പറ്റൂ. അതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യക്കാരൻ്റെ സംസ്കാരം നമ്മളിലേക്ക് കുത്തി ഒഴുക്കി വിടാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മൾ പരാജയപ്പെടും. ഇപ്പം എന്താ സംഭവിച്ചത്? പടിഞ്ഞാറൻ രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ ചെയ്യുന്ന ഇങ്ങനെയാണെന്ന് കരുതി നമ്മൾ വീട്ടിലെ രീതികളൊക്കെ മാറ്റി. രാത്രി വന്ന് മകൻ അമ്മയോട് ചോദിക്കുന്നു, അമ്മേ മദർ മേ ഐ കമിൻ എന്ന് ചോദിക്കുന്നു. പണ്ട് അമ്മേ ഞാൻ പോയിട്ട് വന്നു എന്ന് പറയുന്നിടത്താണ് നമ്മൾ. ഇങ്ങനെയൊന്നും ബ്രിട്ടീഷുകാർ ചെയ്യാറില്ല, അമേരിക്കക്കാരും അങ്ങനെ ചെയ്യാറില്ല. അവരൊക്കെ വലിയ വാത്സല്യത്തോടാകും. നമ്മൾ വിചാരിക്കുന്നത് അവരൊക്കെ ചരസും കഞ്ചാവും കള്ളും ഒക്കെ അടിച്ച്
പൂക്കുറ്റിയായിട്ട് നടക്കുകയാണെന്നാണ്. അങ്ങനെയല്ല, അവർ കുടുംബം തൊലയ്ക്കുന്ന ഇതിൽ കള്ളു കുടിക്കാത്തവരാ. നമ്മളങ്ങനെയല്ല, കാശ് കൊടുത്ത് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ 10 മാളവരെ അറിയിച്ചില്ലേ നമുക്ക് ഉറക്കം വരത്തില്ല. നമ്മൾ ലേശം മദ്യപിക്കുന്നവരോടൊന്നും എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ ഇതുവരെ ഒരു തുള്ളി മദ്യപിച്ചിട്ടില്ലാത്ത ആളാണ്. അത് വലിയൊരു ക്രെഡിറ്റും അഹങ്കാരവുമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഈ മദ്യപാനം അതിര് കടന്നാൽ കുടുംബം തൊലഞ്ഞു പോകും. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സുകൾ നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കള്ളുകുടിയാണ്. കള്ളുകുടിന്ന് മാത്രമല്ല, കുടുംബം തൊലയ്ക്കുന്ന കള്ളുകുടി. കള്ളു കുടിച്ചിട്ട് രാത്രിയിൽ വന്നിട്ട് ഭാര്യ എടുത്തിട്ട് ചാമ്പുക എന്നാണ് ഇപ്പോൾ പറയുന്നത്. നമ്മുടെ ഈ തള്ളൽ പോലൊരു മോഡേൺ വികാരമാണ് അത്. ചാമ്പിയിട്ട് അയാൾ അങ്ങോട്ട് കിടന്ന് കുറങ്ങും. നേരം വെളുക്കുമ്പോൾ ഈ കള്ളു കുടിച്ച ഭർത്താവിന് ഇതൊന്നും ഓർമ്മ പോലും കാണത്തില്ല. നമ്മുടെ നാട്ടിൻപുറത്ത് മിക്ക വീടുകളിൽ നടക്കുന്നൊരു സാധാരണ കാഴ്ചയാണ്. നിങ്ങൾ അതുപോലെ ഒരു കാര്യം കൂടി ഓർമ്മിക്കേണ്ടത്, ഞാൻ നീട്ടുന്നില്ല, ഒരു കാര്യം കൂടി ഓർമ്മിക്കേണ്ടത്, നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ വിദഗ്ധനെ കാണാൻ മടിക്കും. നമ്മൾ സൗമ്യ ടീച്ചറെ പോലെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ മടിക്കും. കാരണം നമ്മുടെ മാനം, നമ്മുടെ അഭിമാനം, നമ്മുടെ തറവാടിൻ്റെ മഹത്വം ഇതെല്ലാം അപ്പാടെ പൊയ്പോകും എന്ന ഭയം കൊണ്ട് നമ്മളിത് പറയാതെ നമ്മളിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കും. ആരെങ്കിലും ചോദിച്ചാൽ മകൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ, എൻ്റെ മകനെ പോലെ ഒരു മിടുക്കനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു കളയും. നമ്മളങ്ങനെയല്ല. നമ്മൾ അയൽവാസികളോടുള്ള വാതിൽ കൊട്ടി അടയ്ക്കരുത്, തുറന്നിടണം. കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ആരും വേണ്ടാന്നുണ്ട്. ഞാൻ മാത്രം മതി, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും ഓക്കെ ആണെങ്കിൽ എല്ലാം ഓക്കെ എന്ന് പറയും. നമ്മുടെ കാശ്മീരുടെ ഭാഷ പക്ക എന്ന് കാശ്മീർ എപ്പോഴും പറയും. എല്ലാം പക്കയായിട്ട് നമുക്ക് തോന്നും. പക്കയല്ല കേട്ടോ, ഒന്നും പക്കയല്ല. ഞങ്ങളൊക്കെ ഞങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംരംഭവുമായി ഇറങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഭൗതികമായ നേട്ടമല്ല. എനിക്ക് ഈ 40 കൊല്ലം തികയുന്നു എന്ന് വെച്ചാൽ ഏത് കരിയറിലായാലും നമ്മൾ 40 കൊല്ലം ജീവിച്ചാൽ അത് പ്രവർത്തിച്ചു പോകും. അപ്പം എന്നെ മമ്മൂട്ടിയാന്ന് പറഞ്ഞു കളഞ്ഞു, കുറച്ച് കടന്ന കയ്യായിപ്പോയി. ഇതൊരാൾ മമ്മൂക്കയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, ഞങ്ങളുടെ പാവങ്ങളുടെ മമ്മൂട്ടിയായി വരുന്നതെന്ന് പറഞ്ഞു. മമ്മൂട്ടി എന്നോടൊരു 1.5 കിലോയ്ക്ക് ഒരു നോട്ടം നോക്കി. ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഞാനല്ലേ കേട്ടോ, നാട്ടുകാരിങ്ങനെ വെറുതെ പറയുന്നതെന്ന്. അത് അഹങ്കാരമായിട്ട് കൊണ്ട് കിടക്കണ്ടെന്ന് പറഞ്ഞു മമ്മൂക്ക. അപ്പോൾ ഇത് പാവങ്ങളുടെയും പൈസക്കാരുടെയും മമ്മൂട്ടി എന്നുള്ളതല്ല. നമുക്ക് മമ്മൂക്കയായാലും ഞാനായാലും ആരായാലും ശരി, നമുക്ക് ഓരോ അവതാര ലക്ഷ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. നമ്മൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ചെറിയൊരു ജീവിതമാണ്. ജീവിതം ഒരു തൂക്കുപാലമാണെന്നൊക്കെ പറയാം. നമ്മുടെ പുള്ളൂർ തൂക്കുപാലം പോലെ ഒരു തൂക്കുപാലമാണ് ജീവിതം. നമ്മുടെ ജനനത്തിനും മരണത്തിനും ഇടയിൽ ചെറിയൊരു നേർരേഖയിലൂടെ നമ്മൾ നടത്തുന്ന ഒരു ചെറിയ യാത്രയാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതകാലത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തു, ഒരു കണക്ക് പുസ്തകത്തിൽ എഴുതുമ്പോൾ അവസാനത്തെ ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ എന്തൊക്കെ ആണ് ഈ മണ്ണിൽ ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ കുറേയൊക്കെ പേരുടെ കള്ളുകൂടി നിർത്തി എന്ന് പറയുന്ന അവതാര ലക്ഷ്യം പൂർത്തിയാക്കി. കുറേ പേര് MDMA കഴിക്കാതെ ഞാൻ കാത്തു സൂക്ഷിച്ചു, കുറേ ആൾക്കാരുടെ കാവലാളായി ഞാൻ മാറി എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്നൊരു മാനസിക സംതൃപ്തിയും നിർവൃതിയുമുണ്ട്. ആ നിർവൃതി ലയിക്കാനാണ് എനിക്കും വിജയകുമാറിനും ഇങ്ങനെ ആഗ്രഹം. വിജയകുമാർക്ക് ആദ്യമായിട്ടാണ് ഒരു നിർവൃതി ലയിക്കുന്നത്. ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു അമ്പരപ്പൊക്കെ അദ്ദേഹത്തിനുണ്ട് നമ്മുടെ യാത്രയിലുടനീളം. അപ്പോൾ ആഷ്മിക്കും അമ്പരപ്പ് കുറവല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വാർത്താമുറിയിൽ ഇരുന്ന് കാണുന്നതും നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ, ഞങ്ങൾ ഈ വാർത്തകളിൽ പറയുന്നത് പലപ്പോഴും വെള്ളപൂശി ഞങ്ങൾ പറയുകയാണ്. കാര്യം അമ്മമാർ പേടിച്ചു പോകും, ഞങ്ങൾ വല്ലാതെ അമ്പരപ്പെട്ടു പോവുകയാണ്. കാരണം വീട്ടിലിരുന്ന രക്ഷകർത്താക്കൾ അവർക്ക് ഉറക്കം വരില്ല. രാത്രിയിൽ കിടന്നാൽ നിദ്രാവിഹീനമായ രാവിൻ്റെ നടുവിലൂടെ നിങ്ങൾ കടന്നു പോകും. ഈ വാർത്തകളൊക്കെ അതേ രീതിയിൽ നിങ്ങളെടുത്തെത്തിയാൽ സ്ഥിതി വളരെ മോശമാണ്. നമ്മൾ ഈ യുദ്ധം തുടങ്ങാൻ താമസിച്ചു പോയി. പക്ഷേ നമ്മൾ ഇപ്പോഴെങ്കിലും അടലാടാൻ പരാജയപ്പെട്ടാൽ നമ്മുടെ കൈവിട്ടു പോകും നമ്മുടെ കുട്ടികൾ. നിങ്ങൾ ഒരു കാര്യം കൂടി തിരിച്ചറിയുക, അതായത് നമ്മൾ മാനസിക പ്രശ്നമുള്ള ഒരാളോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ആരാണെന്ന് അയാൾക്ക് ഒരിക്കലും മനസ്സിലാകില്ല നമ്മൾ ഈ സംസാരിക്കുന്ന ആൾ. കാരണം അയാളുടെ മനസ്സും ശരീരവും തമ്മിലുള്ള തലച്ചോറിൻ്റെ വൈദ്യുത ബന്ധം എന്തേ നിലച്ചു പോയതാണ്. അത് റിപ്പയർ ആയിട്ടില്ല. അതുപോലെ തന്നെയാണ് MDMA നിരന്തരം കഴിക്കുന്ന ഒരാളിന് കയ്യിലൊരു കടാര കിട്ടിയാൽ കിടന്നുറങ്ങുന്ന അമ്മയുടെ പള്ളയ്ക്ക് കുത്തിക്കയറ്റാൻ യാതൊരു മടിയും കാണില്ല. അവൻ്റെ മുമ്പിൽ അമ്മയും അച്ഛനും ഇല്ല. അവൻ്റെ മുമ്പിൽ പക മാത്രമേ ഉള്ളൂ, കടുത്ത പക. MDMA നൽകുന്ന ഈ സാധനം നൽകുന്ന പക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വീട്ടിലെ കുട്ടി MDMA തുടങ്ങുമ്പോൾ അതൊന്നും വലിയൊരു പ്രശ്നമല്ല എന്ന് നിങ്ങൾ ആരും കരുതരുത്. കാര്യം നിങ്ങൾ ഓമനിച്ച് വളർത്തി ഇതേ കുട്ടി നാളെ നിങ്ങൾക്കെതിരെ കൊലക്കത്തി എടുക്കാൻ മടിക്കില്ല. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല, വലിയ അപകടം പിടിച്ചൊരു സാധനമാണ് ഈ MDMA എന്നൊക്കെ പറയും. ഇപ്പോൾ മാരകമായ റെയ്ഡ് കേരളത്തിന് പുറത്തും നടക്കുകയാണ്. ഈ ഒരു തുടർച്ച നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു വലിയ മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തുടർച്ച വന്നാൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒഴുകി ഒന്നായി പറഞ്ഞാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ MDMA സംഭവങ്ങളും ഇല്ലാതാവും. കുറച്ചു കാലം മുമ്പ് കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലെ എക്സൈസും പോലീസ് സംവിധാനം എന്താ ചെയ്യുന്നറിയാമോ? ഈ സ്പിരിറ്റ് അന്ന് ആന്ധ്രയിൽ നിന്നായിരുന്നു വരുന്നത്. ഈ ആന്ധ്രയിൽ നിന്ന് വരുന്ന അവർ ആന്ധ്രയിലേക്ക് പോയി. ആന്ധ്രയിൽ ചെന്നിട്ട് അവിടുത്തെ കിടികിട്ടിയ മുതലാളിമാരാണ് കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുക്കി വിടുന്നത്. കേരളത്തിൽ ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം കട്ടപ്പുകയാകുന്ന സ്പിരിറ്റ് ആന്ധ്രയിൽ നിന്ന് വരികയാണ്. മുതലാളിമാരെ കണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ദേ നോക്ക്,
നിങ്ങൾ ഈ സ്പിരിറ്റ് കേരളത്തിലേക്ക് കൊണ്ടുവരരുത്. ഇനി നിങ്ങൾ കേരളത്തിലേക്ക് സ്പിരിറ്റ് അയച്ചാൽ ആന്ധ്രയിൽ വന്ന് നിങ്ങളെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അറസ്റ്റ് ചെയ്യും നിങ്ങളെ. അതുകൊണ്ട് ഇവിടുത്തെ നിങ്ങളുടെ കച്ചവടം എല്ലാം പൂട്ടും. അതുകൊണ്ട് മര്യാദയ്ക്ക് കേരളത്തിൻ്റെ അതിർത്തിക്ക് ഇപ്പുറത്ത് നിന്നോണമെന്ന് പറഞ്ഞു. അത് ഏറ്റു. പിന്നെ ഒരുത്തിനും ഇങ്ങോട്ട് സ്പിരിറ്റുമായി വന്നിട്ടില്ല. കേരളത്തിലുള്ള ചില ആളുകൾ പോലും, എൻ്റെയൊക്കെ ചില ഒരു സുഹൃത്തൊക്കെ അത്യാവശ്യം സ്പിരിറ്റ് കിടന്ന ആളായിരുന്നു. അയാൾ പോലും നിർത്തിക്കളഞ്ഞ പരിപാടി. കാര്യം പോലീസ് പിടിച്ച് അകത്തുള്ളൂ മനസ്സിലായി. അയാളാണ് എന്നോട് ഈ രഹസ്യം പറഞ്ഞു തന്നത്. അതേപോലെ ഒരു സംഭവം കേരളത്തിലെ പോലീസ് ചെയ്യാൻ സമയമായി. കാരണം ബംഗളൂരിലെ നഗരത്തിലൊക്കെ നടുവിലിരുന്ന് വലിയ മണിസൗധങ്ങൾ, അമ്പരചുംബികളായ വലിയ ആകാശ കൊട്ടാരങ്ങളൊക്കെ വെച്ച് അതിനുള്ളിൽ സമൃദ്ധമായി ജീവിക്കാൻ, പണം ഉണ്ടാക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന പണിയാണ് നമ്മുടെ ഈ കുട്ടികളെ കുരുതി കൊടുക്കുന്നത്. നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെടുന്നു, മുഖ്യമന്ത്രി ഒരു സംഘം പോലീസുകാരെ വിവിധ സംസ്ഥാനങ്ങളിൽ അയക്കണം. ജാർഖണ്ഡിലുമൊക്കെ ഉണ്ട് ആളുകൾ, മുംബൈയിലുണ്ട്, ഗുജറാത്തിലുണ്ട്. ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഇത് ഒഴുകി വരികയാണ്. ഇതിൻ്റെ ഒഴുക്ക് നമുക്ക് നിലപ്പിച്ചേ പറ്റൂ. കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാവലാൾ പോലെ നമ്മൾ നിൽക്കണം. അധ്യാപകർ നിൽക്കണം, PTA നിൽക്കണം, പ്രിൻസിപ്പൽ നിൽക്കണം. എല്ലാവരും ശക്തിയോടെ നിൽക്കുകയാണെങ്കിൽ ഈ വലിയ മാഫിയ ശക്തിയുടെ നാരായ പേര് നമുക്ക് പിഴുതെടുക്കാൻ കഴിയുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിത് നമ്മുടെ കുട്ടികൾ, നിങ്ങൾക്ക് ഏതെങ്കിലും താല്പര്യം ഇങ്ങനെയുള്ള ഈ പോഷക വസ്തുക്കളാണ് കഞ്ചാവ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ കവളത്ത് അടിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ ഒരു ഡോക്ടർ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തോട് നിങ്ങൾ രഹസ്യമായി ചോദിച്ചു നോക്കൂ. ഒരിക്കലും തെളിയിക്കപ്പെടാത്തൊരു കാര്യമാണ്. അതേസമയം കേരളത്തിലെ പ്രൊഫഷണൽ MBBS പഠിപ്പിക്കുന്ന കോളേജുകളിലും അതുപോലെ സർജന്മാരും വരെ ഇത്തരം വിഡ്ഢിത്തരങ്ങൾ വിശ്വസിച്ച് നടക്കുന്നുണ്ട്. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പ്രിസിഷൻ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അതായത് ചില കലാകാരന്മാർ, പാട്ടുകാർ ഈ രംഗത്തുണ്ട്, അതുപോലെ തന്നെ നടന്മാർ, സിനിമാ നടന്മാർ ഈ രംഗത്തുണ്ട്. ഇവരെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് കഞ്ചാവ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് പലപ്പോഴും ഒരു ഷാർപ്പ്നെസ് കിട്ടുമെന്നാണ്. അവൻ്റെ ജീവിതം ഒടുങ്ങാൻ പോവുകയാണ്. അതാണ് സത്യം. മാത്രമല്ല അങ്ങനെയുള്ള ലഹരി വഴിയിൽ പോകുന്ന ആളുകൾ രക്ഷപ്പെടില്ല. അതുകൊണ്ട് ഈ കോളേജിലെ കുട്ടികളോട് എനിക്ക് പറയുന്നത്, ഈ കോളേജ് എൻ്റെ കോളേജാണ്. നൂറ്റാണ്ടിന് മുമ്പ് ഞാൻ പഠിച്ച കോളേജാണ്. കാര്യം ഇപ്പോഴും ഞാൻ ഈ കോളേജിൽ ആദ്യമായിട്ട് ഒരു 10-40 കൊല്ലത്തിന് ശേഷം ഒരിക്കൽ വന്നപ്പോൾ എനിക്ക് പ്രീ ഡിഗ്രിക്ക് ഞാനന്ന് നിക്കറിട്ട് നടന്നാലോ എന്ന് ആലോചിച്ചതാണ് ഈ കോളേജിൽ വരുമ്പോൾ. പക്ഷേ ഞാൻ മുണ്ടെടുത്താണ് വന്നത്. പിന്നീടാണ് ഞാൻ പാൻറ്റേ കയറിയത്. പിന്നെ MA ആയപ്പോൾ പാൻറ്റ് അഴിപ്പിച്ചു, മുണ്ടുടിപ്പിച്ചു. അപ്പോൾ കൊല്ലം SM കോളേജിൽ അവിടെയാണ് ഞാൻ ഡിഗ്രി PG ഒക്കെ ചെയ്തത്. പക്ഷേ ഈ പുനലൂർ കോളേജിൻ്റെ ഏറ്റവും വലിയൊരു സുഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഒരു കലാലയമാണിത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. നാട്ടിൻപുറകൾ നന്മകളാൽ സമൃദ്ധവും നമ്മൾ വിശ്വസിക്കുന്ന അതേ നാട്ടിൻപുറത്തു നിന്ന് വരുന്ന കുഞ്ഞുങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ വേട്ടയാടാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതം തകർത്തെറിഞ്ഞിട്ടും പണം ഉണ്ടാക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതം വെച്ചാണ് അവർ വിലപേശുന്നത്. അത് നിങ്ങൾ നിന്നു കൊടുക്കരുത്. ഏതെങ്കിലും നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരി, പെൺകുട്ടികൾ ഇതിൽ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പെൺകുട്ടികളോ അവരുടെ കൂട്ടുകാരോ ആരെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പായാൽ നിങ്ങൾ നമ്മുടെ സുലേഖ ടീച്ചറോട് പറയണം. സുലേഖ ടീച്ചർ കൃത്യമായി പ്രിൻസിപ്പൽ എന്ന നിലയിൽ ടീച്ചർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. എല്ലാവരും അങ്ങനെ ഒരു ജാഗ്രത പാലിക്കുകയാണെങ്കിൽ കഷ്ടിച്ചൊരു 3 മാസം കൊണ്ട് നമ്മുടെ കേരളം ഈ MDMA മുക്തമാകുന്ന ഒരു സംസ്ഥാനമായി മാറും. നമ്മുടെ കുട്ടികൾക്ക് വലിയ ഭാവി തെളിഞ്ഞു കിടക്കുകയാണ്. ഭാവിയുടെ സൂര്യവെളിച്ചം വീഴുന്ന സ്ഥലത്ത് MDMAയുടെ മാരകമായ അന്ധകാരം വിതയ്ക്കുന്ന ഈ ആളുകളെ കയ്യാമം വയ്ക്കാൻ നിങ്ങളുടെ ചുമതല നിങ്ങൾ നിർവഹിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം മണിക്കൂറുകൾ ഇങ്ങനൊരു കാര്യത്തിന് ഇതുവരെ ഞാൻ ചിലവാക്കിയിട്ടില്ല. കാരണം എനിക്കൊക്കെ ഇത് ചെയ്യാൻ കഴിയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തലയൊക്കെ സാധാരണ കേരളത്തിൽ ഇങ്ങനെ പദയാത്ര നടത്തുന്നത്. ഞാനിങ്ങനെ ഈ പദയാത്രയിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ 3 പേരും പറയുകയായിരുന്നു, ഓരോ അരമണിക്കൂർ ഓരോ യോഗസ്ഥലത്തിറങ്ങുക, ആളുകളെ കാണുക, അവരുടെ സംസാരിക്കുക, വീണ്ടും ചാടി വണ്ടി കയറുക, അടുത്തടുത്ത് ഇറങ്ങുക. ഇവർ അപാര കേസുകളായിട്ടോ ഇവർ. നമ്മൾ ഒരിക്കൽ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഈ VD സതീശനൊക്കെ എന്തൊരു സുഖമാണ്, കതർ ഉടുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയാൽ പോരെയെന്ന്. അയ്യോ, കറുത്തു പോകും കേട്ടോ, കരിവാളിച്ചു പോവും, വലിയ പാടാ. മുഖ്യമന്ത്രിയൊക്കെ എത്രയോ പദയാത്രകൾ നടത്തിയവരാണ്. അപ്പം നമ്മൾ ആ രീതിയിലുള്ള പദയാത്രയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളോട് എനിക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കാനുള്ളത്, നമ്മൾ മഹാത്മാഗാന്ധി ആവാൻ ശ്രമിച്ചാലും നടക്കുന്നത്, ഗാന്ധിജിക്ക് മാത്രമേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ മണ്ണിൽ ബാക്കിയാണ് എന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. നിങ്ങളിൽ 50 പേരെ നിങ്ങൾക്ക് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രഭാഷണം കൊണ്ട് ഞാൻ കൃതാർത്ഥനാവും എന്ന് ഞാൻ തുറന്നു പറയട്ടെ. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ, പ്രിൻസിപ്പലിൻ്റെ പ്രത്യേക ഒരു അനുമതിയോടെ നമുക്കൊരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ കൂടി എടുത്തുകൊണ്ട് ഹാഷ്മി 2 വാക്ക് പറയും, വിജയകുമാർ 4 വാക്കും പറയും. പറഞ്ഞുകൊണ്ട് നമുക്ക് അല്ലേ, പിന്നെ 2 ആശംസാ പ്രസംഗകരുമൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് നമ്മുടെ ജോസ് തോമസ്, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രസിഡന്റ്, അതുപോലെ സന്തോഷ് കുമാർ കെ എൻ്റെ ക്ലാസ്മേറ്റാണ്. സന്തോഷ് കുമാർ ഓർമ്മിക്കാത്തൊരു കാര്യം ഞാൻ പറയാം. എനിക്ക് പണ്ട് 150 രൂപയ്ക്ക് വാങ്ങിച്ചൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിളെ ഞാൻ ഒരു ദിവസം കയറ്റി കോട്ടോട്ടത്ത് വീട്ടിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇപ്പം നന്ദിയോട് ഓർക്കത്തില്ല കേട്ടോ, നല്ല മറന്നുപോയി കാണും. അപ്പോൾ അത് 50 കൊല്ലങ്ങൾക്ക് മുമ്പാണ് കൊണ്ട് വീട്ടിൽ ഇറക്കി കൊടുത്തത്.
അതുപോലെ ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൗൺസിൽ ഡോക്ടർ വിഷ്ണു എസ് സംസ്ഥാന പ്രസിഡന്റുണ്ട്. അതുപോലെ കൃതജ്ഞത പറയാനായിട്ട് പ്രവീൺ KH അസിസ്റ്റന്റ് പ്രൊഫസർ ഭൗതിക ശാസ്ത്രം. അപ്പോൾ നമ്മുടെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന പ്രൊഫസർ വേണം ഈ രാസലഹരിയെക്കുറിച്ച് എല്ലാ കുട്ടികളോടൊന്നും പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ നമുക്ക് നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് എല്ലാ ആത്മാർത്ഥതയോടും ചോര കിനിയുന്ന ആത്മാർത്ഥതയോടെ നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് ഈ പ്രതിജ്ഞ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പ്രതിജ്ഞ തുടങ്ങുന്നു. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെപ്പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു. ഗുഡ് ബൈ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. ഈ മീറ്റിങ്ങിൽ സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അവതാരകൻ ഹാഷിം സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, SK വളരെ വിശദമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അതുകൊണ്ട് അധികം നേരം നീട്ടുന്നില്ല. എന്തായാലും R ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകർ ഞങ്ങളെപ്പോലെ ഒരു സാധാരണ മാധ്യമപ്രവർത്തകനല്ല. അദ്ദേഹം 40 വർഷം ചെയ്ത് മേഖലകളിൽ വഴിത്തിരിവുണ്ടാക്കിയ മാധ്യമപ്രവർത്തകൻ്റെ 40 വർഷത്തെ പ്രവർത്തന പരിചയം ആഘോഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതൊരാഘോഷത്തിൻ്റെ വഴിയിലേക്ക് മാറ്റാതെ കേരളത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സന്ദേശയാത്രയെ മാറ്റാനുള്ള കാരണം ഞങ്ങളിത് കണ്ട് മടുത്തു എന്നുള്ളതാണ്. ന്യൂസ് റൂമിലേക്ക് ഓരോ ദിവസവും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ചോരകിനിയുന്ന MDMA നാറുന്ന ലഹരി കിനിയുന്ന ഒരുപാട് വാർത്തകൾ കണ്ട് മടുത്ത് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതാണ്. MDMA ഇപ്പോൾ നമ്മൾ പറയുന്നത് MDMA ഒന്നും അല്ല. MDMAയേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള GHO പോലെയുള്ള പുതിയ ലഹരികൾ നമ്മുടെ കുട്ടികളുടെ കയ്യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മളവിടെ MDMA എത്തി നിൽക്കുന്നുള്ളൂ. കുട്ടികൾ പക്ഷേ അതിൽ നിന്ന് കുറേ അധികം മുന്നോട്ടേക്ക് പോയി. 2025 ജനുവരി 1-ാം തീയതി ഞാനും SK സാറും S വിജയകുമാറും അടക്കമുള്ളവർ മണിയുടെ സ്റ്റുഡിയോയിൽ നിന്നായിരുന്നു പുതുവർഷത്തെ വരവേറ്റത്. അവിടുന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. അന്ന് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് 15ഉം 16ഉം വയസ്സുള്ള 2 കുട്ടികൾ ചേർന്ന് 30 വയസ്സുള്ള ഒരാളെ കുത്തിക്കൊന്നു എന്നതായിരുന്നു വാർത്ത. ഈ കുട്ടികൾ ലഹരിക്കടിമകളാണ് എന്ന വാർത്തയും വന്നിരുന്നു. അവിടെ നിന്നിങ്ങോട്ട് ഇപ്പോൾ പറയുന്ന ഈ പുതുവർഷത്തെ ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറഞ്ഞ ഈ മാസങ്ങൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ കണ്ട ഈ ചോരയ്ക്ക് കയ്യും കണക്കുമില്ല, നമ്മൾ കണ്ട ലഹരിക്ക് കയ്യും കണക്കുമില്ല, നമ്മൾ കണ്ട കണ്ണീരിന് കയ്യും കണക്കുമില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ വരും തലമുറയെ അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. ഇനി ലഹരി മാഫിയയ്ക്ക് ഞങ്ങളുടെ മക്കളെ വിട്ടുതരാനില്ല എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ഇത് 3-ാം ദിവസമാണ്. ഈ കഴിഞ്ഞ 2 ദിവസവും ഉള്ള ഈ യാത്രയുടെ പ്രതികരണം അത്ഭുതാവഹമായിരുന്നു. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ആളുകൾ ഏതാണ്ട് സമാനമായ വേദനകൾ പറയുന്നത് കേട്ടു, സമാനമായ ധാർമ്മിക രോഷം പറയുന്നത് കേട്ടു. 100% ഈ യാത്രയ്ക്കൊപ്പം തന്നെയാണ് ഹൃദയം കൊണ്ട് എന്നവർ പറയുന്നത് കേട്ടു. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ മുന്നോട്ടേക്ക് പോകാനുള്ള ഊർജ്ജമാണ്. ഈ കോളേജും ഈ കോളേജിലെ കുട്ടികളും അവർ മനസ്സുകൊണ്ട് ഈ യാത്രയ്ക്കും അതിൻ്റെ ലക്ഷ്യങ്ങൾക്കും ഒപ്പം നിൽക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. W. Beats പറയുന്നത് പോലെ when the falcon goes out of the control of the falconer, central cannot hold anything fall apart എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയാൽ ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇപ്പോൾ തന്നെ എൻ്റെ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞിൻ്റെ അച്ഛൻ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നു. MDMAയുടെ അടിമയായ പെൺകുഞ്ഞാണ്. അവളെ യാദൃശ്ചികമായി കണ്ടുപിടിക്കുകയും രക്ഷപ്പെടുത്തിയെടുക്കുകയും ചെയ്തൊരു അച്ഛനാണ്. അങ്ങനെ പല അച്ഛന്മാരെ നമ്മൾ കാണുന്നു. ഈ ദിവസങ്ങളിൽ ഈ ഫോണിലേക്ക് ഒരുപാട് ഫോൺ കോളുകൾ വരുന്നുണ്ട്. അതിൽ വന്ന ഒരു കോൾ, ഞാൻ പേരും നാടൊന്നും പറയുന്നില്ല, എന്നെ വിളിച്ചത് ഒരു അമ്മയാണ് വിളിച്ചത്. അമ്മ പറഞ്ഞത് അമ്മയുടെ മകൻ പഠിക്കുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയറിലാണ് പഠിക്കുന്നത്. അവൻ ഇതിന് ലഹരിക്ക് അടിമയാണ്. അമ്മയുടെ പ്രശ്നം, അമ്മയ്ക്ക് ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പേടിയാണ്. അവൻ രാത്രി വൈകിട്ട് വീട്ടിൽ വന്നാൽ അവൻ എന്നെ കാണുന്ന അമ്മയെ പോലെയല്ല എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യൂ, നമുക്കത് പോലീസിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് പോലീസിൽ പറയാൻ കഴിയില്ല, അച്ഛനോട് പറഞ്ഞ് അച്ഛൻ അവനെ കൊല്ലും. എൻ്റെ വിധി ഇങ്ങനായി, എൻ്റെ ജീവിതം ഇങ്ങനെ. അതിന് കരഞ്ഞുകൊണ്ട് വെച്ച കുറേയധികം ഫോൺ കോളുകൾ നമ്മൾ ഈ ദിവസങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് ഈ തലമുറയെ ഇങ്ങനെ വിടാൻ കഴിയില്ല. നമ്മൾ ഈ യാത്രക്കിറങ്ങുന്നു. ഈ യാത്ര ഏതെങ്കിലും തരത്തിൽ വെറുതെ നമ്മൾ ഈ കൊടും വെയിലത്തങ്ങ് സഞ്ചരിക്കുന്നതല്ല.
ഈ നാടിനെ രക്ഷിക്കാൻ ഈ ഭരണകൂടത്തിന് മുന്നിൽ വെക്കാൻ ഒരു രക്ഷാ മാനിഫെസ്റ്റോ നമ്മൾ തയ്യാറാക്കുകയാണ്. അത് വിജയം കാണും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, നമുക്കത് സാധ്യമാക്കിയെടുത്തേ മതിയാവൂ. കാരണം ഇത് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. പ്രിയപ്പെട്ടവരുടെ എല്ലാ പിന്തുണയും ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് എ ലോട്ട്. നന്ദി ഹാഷിം സാർ നമ്മുടെ ഷിബു സാറിൻ്റെ ഹോസ്റ്റൽ മേറ്റാണ്. നമുക്ക് എന്തെങ്കിലും വാർത്തകളൊക്കെ പറയാനുണ്ടെങ്കിൽ കൊടുക്കാനുണ്ടെങ്കിൽ ഷിബു സാറിന് കൊടുത്താൽ അത് വരുന്നതായിരിക്കും. പ്രിയപ്പെട്ട വിജയകുമാർ സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹം 24 ചാനലിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമസ്കാരം. അപ്പോൾ നമ്മളുടെ യാത്രയുടെ എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് SKN വളരെ വിശദമായി തന്നെ സംസാരിച്ചു. ഇപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പാർട്ടികളെ ഒരുക്കുന്നതിനൊക്കെയായി എല്ലാ മുന്നണികളുടെയും നേതാക്കൾ തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡേക്കോ അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കോ ഒരു യാത്ര നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം യാത്രകൾക്ക് പൊതുവായ ഒരു അജണ്ടയൊന്നുമില്ല, ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാദ്യമായാണ്, അല്ലെങ്കിൽ ഇത്തരം ഒരു യാത്ര ഇതിനു മുമ്പ് നടന്നിട്ടില്ല. ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കാസർഗോഡേക്ക് ഒരു മാധ്യമപ്രവർത്തകൻ യാത്ര ചെയ്യുകയാണ്. ഈ കടുത്ത വേനലാണ്, മീനമാസത്തിലെ ചൂട് എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മളുടെ പഴയ കാലത്തെ പോലൊന്നുമല്ല, വലിയ ചൂടാണ്. അപ്പോൾ ഈ കൊടും ചൂടിനെയൊക്കെ അവഗണിച്ച് ഇത്തരം ഒരു യാത്ര സംഘടിപ്പിക്കുന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത് കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന ഈ മയക്കുമരുന്ന്, ഈ ലഹരി മാഫിയയുടെ കണ്ണിയെ തകർക്കുക, അതിൽ നിന്ന് നമ്മുടെ നാടിനെ മുക്തമാക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ യാത്ര പൂർത്തിയായി കഴിയുമ്പോൾ ഈ യാത്രയിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ, നമ്മൾ കേട്ട കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് മുൻപാകെ നമ്മൾ ഒരു പുസ്തക രൂപത്തിൽ, ഒരു ഗവേഷണ പ്രബന്ധം എന്ന നിലയിൽ തന്നെ സമർപ്പിക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടി വയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ SKNനെ അനുഗമിക്കുന്ന, ഇപ്പോൾ ഞാൻ ഹാഷ്മി മാത്രമല്ല, ഞങ്ങളുടെ എഡിറ്റോറിയൽ ടീം മുഴുവൻ പല ഘട്ടങ്ങളിലായി ഈ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പമുണ്ട്, അനുഗമിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഞങ്ങളുടെ റിസർച്ച് വിങ്ങുമുണ്ട്. ഞങ്ങളുടെ ദൗത്യം ഈ യാത്രയിൽ ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിനൊപ്പം തന്നെ ഇതിലെ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങൾ സമാഹരിക്കുക എന്നതുകൂടിയാണ്. ഞങ്ങളത് സമാഹരിച്ച് സർക്കാരിനെ അറിയിക്കും, പ്രതിപക്ഷത്തെ അറിയിക്കും, ഇവിടുത്തെ ജനങ്ങളെ അറിയിക്കും. നമ്മളുടെ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം അത് ചർച്ചയ്ക്ക് വിധേയമാക്കും. ഞങ്ങൾ 24 എങ്കിലും അതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. ഒരു പരിഹാരം കാണാൻ കഴിയാത്ത ദൂരത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. ഒരു പരിഹാരത്തിലേക്ക് നമ്മൾ അടുക്കുന്നുണ്ട്. ഈ യാത്ര തുടങ്ങുമ്പോൾ SKN സൂചിപ്പിച്ചപ്പോൾ ഞാനൊക്കെ ഒരു അമ്പരപ്പുണ്ട്. ശരിയാണ്, എൻ്റെ അമ്പരപ്പ് എന്നെ സംബന്ധിച്ച് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഈ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ മുദ്രാവാക്യത്തോട് ആ ജനങ്ങൾ കാണിക്കുന്ന താല്പര്യമാണ്, അവർ കാണിക്കുന്ന ആഭിമുഖ്യമാണ്. ഇപ്പോൾ അമ്മമാരെ ആണ് ഏറ്റവും അധികം ഇത്തരം സ്ഥലങ്ങളിലേക്ക്, വേദിയിലേക്ക് വരുന്നത്, ഇത് കേൾക്കാനായി, ഇത് അറിയാനായി വരുന്നത്. അതൊരു വലിയ ഐക്യദാർഢ്യമായി ഞങ്ങൾ കാണുകയാണ്. ഇന്ന് നമ്മൾ ഈ ജംഗ്ഷനിൽ വന്നപ്പോൾ ഒരു അധ്യാപിക, ടീച്ചറാണ്, ടീച്ചർ റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുകയാണ്. ടീച്ചർ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ പറയുന്നത് പോലെയാണ്, നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് 2 കൈകളും ഉയർത്തിയാണ് ടീച്ചർ ഒരു മുദ്രാവാക്യം മുഴക്കിയാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. ഒരുപക്ഷെ ഒരു കോരിത്തെരിപ്പുണ്ടായ അനുഭവമാണ്. അങ്ങനെ അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ, ഞാനിപ്പോൾ ഒരു 10-16 വർഷമായി ജോലി ചെയ്യുന്നത്, ആ ഘട്ടത്തിലൊന്നുമില്ലാത്ത ഒരു അമ്പരപ്പ് എനിക്കുണ്ടായത് ഇത്തരം മുഹൂർത്തങ്ങളിലൂടെയാണ്. അങ്ങനെ കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് 3 ദിവസം ആകുന്നതേ ഉള്ളൂ. ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ഈ 3 ദിവസം കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നടത്തുന്ന യാത്ര ഒരു ചെറിയ യാത്രയല്ല, ഒരു വലിയ ലക്ഷ്യം ആ യാത്രയ്ക്ക് പിന്നിലുണ്ട് എന്ന് ഞങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. ആ തിരിച്ചറിവ് ഈ കടന്നു പോകുന്ന വഴികളിൽ എല്ലാവരും ആ തിരിച്ചറിവ് സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇത്തരം കണ്ണികളെ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അവരെ പിടികൂടുന്നു, അവരെ ജയിലിൽ അടയ്ക്കുന്നു, അവരെ ഈ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമാക്കുന്നു എന്നതാണ്. അവർക്ക് ജാമ്യം കിട്ടി പോകുന്ന പതിവ് കാഴ്ചകൾക്കപ്പുറത്തേക്ക് അവരെ റിമാൻഡിലേക്ക് അയക്കുന്നു എന്നതാണ് നമ്മൾ കേൾക്കുന്നവർ. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നർക്കോട്ടിക്സ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. 2 തരത്തിൽ നമുക്കതിനെ കാണാം. ഒന്ന്, അത് കൂടുതൽ കേസുകൾ എടുക്കുന്നു, ആരും ഈ കേസിന് പുറത്തേക്ക് പോകുന്നില്ല, റിമാൻഡിലാകുന്നു, ജുഡീഷ്യറിയുടെ കരങ്ങളിലേക്ക് അവരെ കൊടുക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാക്കാം. മറ്റൊന്ന്, അത്തരം കേസുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു, പെരുകുന്നു എന്നതിൻ്റെ അപായ ഒരു മണി കൂടി അവിടെ മുഴങ്ങുന്നുണ്ട്. എന്ത് തന്നെ ആവട്ടെ, നമ്മൾക്കിനിയും പോകാൻ ദൂരമേറെയുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് വൈകി, എങ്കിലും നമുക്കിനിയും ദൂരമുണ്ട് പോകാൻ. ആ ദൂരം നമ്മൾ കരുത്തുറ്റ ചുവടുവയ്പ്പുകളുടെ മുന്നോട്ട് പോകും
എന്നത് ഈ യാത്രയിൽ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാകുന്നു. അതിന് പിൻബലമാകുന്ന, അതിനൂർജ്ജമാകുന്നുണ്ട് ഇത്തരം വേദികളെല്ലാം. അപ്പോൾ ഈ വേദിയിൽ നിന്ന് ആ ഊർജ്ജം നമ്മൾ സംഭരിക്കുന്നു, സ്വീകരിക്കുന്നു. ഞങ്ങൾ അടുത്ത വേദിയിലേക്ക് പോവുകയാണ്. എല്ലാവരുടെയും സ്നേഹനിർഭരമായ ഒരു ആശംസ ഉണ്ടാകുമെന്ന് കരുതുന്നു. അഭിവാദ്യങ്ങളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. SKN 40 എന്ന കേരള യാത്രയ്ക്ക് നമ്മൾ കൊടുക്കുന്ന സ്വീകരണത്തിന് ഏതാണ്ട് സമാപനമാവുകയാണ്. ഒരു ആശംസ പുസ്തകം മാത്രമേ ഉള്ളൂ. ആശംസാ പുസ്തകത്തിനായിട്ട് സ്റ്റാഫ് അസോസിയേഷൻ്റെ ബഹുമാന്യ സെക്രട്ടറി ഷിബു ടിയെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ RDC ശ്രീ TK സുന്ദരേശൻ അവർകൾ, നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനിയായ ഡോക്ടർ സുലേഖ BT അവർകൾ, ഈ യോഗത്തിൻ്റെ ആകർഷണീയമായിട്ടുള്ള ശ്രീ R ശ്രീകണ്ഠൻ നായർ അവർകൾ, എൻ്റെ ക്യാമ്പസ് സുഹൃത്തായിട്ടുള്ള ഹാഷ്മി, മറ്റ് 24 കുടുംബാംഗങ്ങളെ, സഹപ്രവർത്തകരെ, പ്രിയ വിദ്യാർത്ഥികളെ, അനധ്യാപകരെ, മാധ്യമപ്രവർത്തകരെ, ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കാനാണ് എൻ്റെ കർത്തവ്യം. വൈകിയ വേളയിൽ ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല, എങ്കിലും ഒന്ന് രണ്ട് കാര്യം പറയട്ടെ. ശ്രീകണ്ഠൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യകാല ചില പ്രോഗ്രാമുകൾ, ഒരു സംവാദ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഓരോ സംവാദകരോടും ഇങ്ങനെ ഒരിടത്ത് നിൽക്കാതെ ചാടി പറയൂ എന്ന് ചാടി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു പ്രത്യേക ശൈലിയായിരുന്നു. അദ്ദേഹത്തിന് പിന്നീട് ഇങ്ങോട്ട് നിൽക്കേണ്ടി വന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മാധ്യമ ജീവിതത്തിൽ പിന്നീട് നിൽക്കാൻ കഴിയാത്ത വിധം പുരോഗമനമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല അദ്ദേഹത്തിന് തൻ്റേതായ ശൈലിയുണ്ട് ഈ മാധ്യമ ലോകത്ത് അദ്ദേഹം അവതരിപ്പിക്കുന്ന രീതികൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാം അവസാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന രീതിയുണ്ട്, ഗുഡ് ബൈ. ഇപ്പോഴും അത് പറഞ്ഞു. ഇതുപോലെ തന്നെ അദ്ദേഹം മാധ്യമരംഗത്ത് നൂതനമായ ഒരുപാട് വിപ്ലവം തന്നെ നടത്തിയിട്ടുണ്ട്. അതായത് സാങ്കേതികവിദ്യയിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പോലുള്ള നൂതന സാങ്കേതികവിദ്യ ചാനലിൽ അവതരിപ്പിച്ച ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ അവതരണ രീതി തന്നെ, അതായത് മാധ്യമങ്ങൾ, പ്രിൻ്റ് മീഡിയ ആയിക്കോട്ടെ, വിഷ്വൽ മീഡിയ ആയിക്കോട്ടെ, നമുക്ക് ഈ മാധ്യമത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികത്വങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് വലിയ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അവതരണ രീതി വളരെ ലാളിത്യമായ, ലളിതമായി, അവരെ ഒരുമിച്ച് കൂട്ടുകാരെ പോലെയാണ് അവർ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഹാഷ്മിയും വിജയകുമാറും അതുപോലെ തന്നെ സാറും ആയാലും ശരി, ചില പ്രോഗ്രാമുകളിൽ അവർ വളരെ നമ്മളിതൊന്നും മുമ്പ് കാണാത്ത രീതിയിലുള്ള അവതരണം, അതായത് ഒരു ഫോമൽ ലെവൽ വിട്ടിട്ട് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി കാണാൻ കഴിയാറുണ്ട്. അതുപോലെ തന്നെ മാധ്യമത്തെ ജനങ്ങളോട് കൂടുതൽ അടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന നിരവധി പ്രോഗ്രാമുകളുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം, നൂതനമായ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം. ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത്, ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു ശ്രീകണ്ഠൻ നായർ സാർ ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി വാർത്ത സംപ്രേഷണം ചെയ്യുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അരുൺകുമാർ, അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വാർത്താ അവതരണ രീതി നമ്മൾ കണ്ടു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം സമൂഹത്തോട് വലിയ കടപ്പാടുള്ള മനുഷ്യനാണ്. നമുക്കറിയാം, നമ്മുടെ വെള്ളപ്പൊക്ക സമയത്ത്, കോവിഡ് സമയത്ത്, അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി വയനാട് ദുരന്തമുണ്ടായപ്പോൾ, അങ്ങനെ നിരവധി നമ്മുടെ കേരളത്തിൻ്റെ വളരെ നിർണായകമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വലിയ ക്യാമ്പയിനുകൾ നടത്തുന്ന മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പത്രപ്രവർത്തന മേഖലയിൽ അദ്ദേഹം കേരളത്തിൽ നൽകുന്ന സംഭാവന, സേവനം നിസ്തുലമാണ്, എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഇനിയും വരുന്ന കാലങ്ങളിലും അദ്ദേഹത്തിന് ഇങ്ങനെ തുടർന്ന് നമ്മുടെ കേരളത്തെ, മലയാളികളെ അദ്ദേഹത്തിന് സേവിക്കാൻ കഴിയട്ടെ ഞാൻ ആശിക്കുന്നു. ഇനിയും നമുക്ക് ഇതുപോലൊരു പ്രോഗ്രാം SKN at 80 എന്ന് കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ ക്യാമ്പയിൻ അരുത് അക്രമം, അരുത് ലഹരി, ഇതൊരു വലിയ വിജയമായി തീരട്ടെ എന്ന് കോളേജ് മാനേജ്മെൻറ്റിൻ്റെ പേരിലും, അധ്യാപകരുടെ പേരിലും, ഇവിടുത്തെ FSCയുടെ പേരിലും, വിദ്യാർത്ഥികളുടെ പേരിലും, എല്ലാവരുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു. നന്ദി. ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നത് ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള പ്രവീൺ സാറാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. SKN 40 കേരള യാത്രയ്ക്ക് നൽകുന്ന സ്വീകരണത്തിൻ്റെ ഭാഗമായി പുനലൂർ ശ്രീനാരായണ കോളേജിൽ നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ
യോഗാധ്യക്ഷൻ സുന്ദരേശൻ സാർ, നമ്മുടെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ സുലേഖ ടീച്ചർ, നമ്മുടെ ശ്രീനാരായണ ട്രസ്റ്റിൻ്റെ ട്രഷററായ ഡോക്ടർ ജി ജയദേവൻ സാർ, നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള ശ്രീകണ്ഠൻ നായർ സാർ, അദ്ദേഹത്തോടൊപ്പം എത്തിയിട്ടുള്ള ശ്രീ ഹാഷ്മി, ശ്രീ വിജയകുമാർ, ടെക്നീഷ്യന്മാർ, ക്യാമറാമാൻമാർ, ഏതാണ്ട് 70ഓളം അംഗങ്ങൾ, നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും അദ്ദേഹത്തിൻ്റെ സഹപാഠികളുമായ ബഹുമാന്യരായ എല്ലാ വ്യക്തികളും, നമ്മുടെ കോളേജിലെ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ, പ്രിയമുള്ള വിദ്യാർത്ഥികൾ, ഈ അവസരത്തിൽ നമ്മുടെ കോളേജിൽ ഇത്രയും മഹനീയമായ ഒരു പരിപാടി നടന്നു കിട്ടിയത് നമ്മുടെ കോളേജിന് ഏറ്റവും അഭിമാനപരമായ ഒരു കാര്യമാണ്. അദ്ദേഹം നമ്മുടെ കോളേജിലെത്തുമ്പോൾ അദ്ദേഹം നെഞ്ചിൽ കൈവച്ച് പറയുന്നത് ഞാൻ ഈ കോളേജിലെ വിദ്യാർത്ഥിയാണ് എന്നാണ്. അപ്പം മാധ്യമരംഗത്ത് ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ, ഏഷ്യാനെറ്റിലൂടെ, ദൂരദർശനിലൂടെ, മനോരമ ചാനലിലൂടെയൊക്കെ എത്തി അവസാനം 24 ചാനലിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും മേധാവിയായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന അദ്ദേഹം സമൂഹത്തിൽ ഇന്ന് ഏറ്റവും വലിയ വിപത്തായി നിൽക്കുന്ന ലഹരിക്കെതിരെ ഒരു വലിയ പട്ടാളക്കാരനെ പോലെ ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന് പറയുന്ന ഇന്നത്തെ ഏറ്റവും വലിയ വിപത്ത് മറ്റേതൊരു പ്രശ്നത്തെക്കാളും ഒരു യുദ്ധഭൂമിയിലേക്കാളും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ലഹരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് അദ്ദേഹം ഇറങ്ങി നടന്ന് ലഹരിക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നമ്മുടെ കോളേജിലും അദ്ദേഹം എത്തിയിട്ടുള്ളത്. ഈ യോഗത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയെല്ലാം ആസൂത്രണം ചെയ്തത്. അതിൽ നമ്മുടെ കോളേജിന് എപ്പോഴും താങ്ങും തണലുമായി നിൽക്കുന്ന നമ്മുടെ സുന്ദരേശൻ സാർ ഈ അവസരത്തിൽ ടീച്ചർ അറിയിച്ചപ്പോൾ തന്നെ ഞാൻ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. നമ്മുടെ യോഗത്തിൽ പങ്കെടുത്തു. ഈ യോഗത്തെ മഹനീയമാക്കി അദ്ദേഹത്തിന് നമ്മുടെ ഈ കലാലയത്തിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ സുലേഖ ടീച്ചർ ഈ പ്രോഗ്രാം ഏറ്റവും ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി നമുക്കൊപ്പം എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിന്നു. ടീച്ചർക്കും ഈ യോഗത്തിൽ പങ്കെടുത്ത ഈ മഹനീയമാക്കി തീർത്തതിന് ടീച്ചർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ SN ട്രസ്റ്റ് ട്രഷറായിട്ടുള്ള ഡോക്ടർ ജയദേവൻ ഡോക്ടർ സാറ് കറക്റ്റ് സമയത്തിന് മുന്നേ എല്ലാം എത്തി എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. നമ്മുടെ ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹം ധൃതിയിലായിരുന്നെങ്കിൽ പോലും ഇത്രയും നേരം ക്ഷമയോടെ നമ്മുടെയോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹവും നമ്മുടെ കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥമായി ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനും ഈ കലാലയത്തിൻ്റെ പേരിൽ അങ്ങേയറ്റം അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ള നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറും അദ്ദേഹത്തോടൊപ്പം അനുഗമിച്ചിട്ടുള്ള 75ഓളം പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ ചാനലിലെ തീപ്പൊരിയായിട്ടുള്ള ശ്രീ ഹാഷ്മി, ശ്രീ വിജയകുമാർ എന്നിവരും നമ്മോടൊപ്പം ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ എത്തിയിട്ടുള്ള എല്ലാ ടീം അംഗങ്ങൾക്കും നമ്മുടെ കോളേജിൻ്റെ പേരിൽ ഏറ്റവും സ്നേഹാദരങ്ങളോടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ FSA അംഗങ്ങൾ അവർ ഈ കോളേജിനോടുള്ള അവരുടെ സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കാനുള്ള ഒരു നിമിഷവും അവർ കളയാറില്ല. അവരെല്ലാത്തിനും നമ്മളോടൊപ്പം പങ്കെടുക്കുന്നവരാണ്. ഏറ്റവും ബഹുമാന്യരായ വ്യക്തികളാണ്. അതിലെത്തിയിട്ടുള്ള അതിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ ജോസ് സാർ, അദ്ദേഹത്തിൻ്റെ സഹപാഠികളായിട്ടുള്ളവർ, അദ്ദേഹത്തിൻ്റെ ബാച്ചിന് അടുത്തടുത്ത ബാച്ചുകളിൽ പഠിച്ചിട്ടുള്ളവർ എല്ലാം തന്നെ FSAയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഈ കോളേജിൻ്റെ പേരിൽ, ഈ പരിപാടിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ വിദ്യാർത്ഥികൾക്കും അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾക്കും മറ്റെല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ ഈ ചടങ്ങുകൾ നാഷണൽ അല്ലെ, നമ്മൾ കുറച്ച് കുട്ടികൾ
ഈ ഊണൊന്നും കഴിക്കാതെ ക്ഷമയോടെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ, ഇറങ്ങിപ്പോകാത്തങ്ങൾ ഇരുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ ഒരു കുറച്ച് ആളുകൾക്ക് കുറച്ച് ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൊടുത്തോ? നിങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞോ? കുറച്ചേ ഉള്ളൂ. ഞാൻ അറിഞ്ഞില്ല ഇത്രയും കുട്ടികൾക്ക് ക്ഷമയുണ്ടെന്നുള്ളത്. ഞാൻ വിചാരിച്ച് കുറച്ച് പേർക്ക് കുറവായിരിക്കും. അപ്പോൾ താങ്ക് യു. അപ്പം നമുക്ക് അങ്ങേക്ക് തുടങ്ങാം. ഞാൻ വിചാരിച്ചേ ഞാനിനി പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കായിരുന്നു. പക്ഷെ എന്നെക്കാളും സ്പീഡാണ് നമ്മുടെ കൂടെ വന്നിട്ട്. എന്താ ചെയ്യുക? മിച്ചമുള്ളതോ? ഇനി മുണ്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ഈ സ്വീകരണ പരിപാടി അവസാനിക്കുകയാണ്.